ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 117. മാജിക് ട്രൈഡന്റ് ടെക്നിക്. അരവിന്ദിന് ചേതൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിലും ചേതൻ തന്റെ നേരത്തെ തീരുമാനം ഉപേക്ഷിച്ചു എന്ന് കണ്ട് അദ്ദേഹം ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, നീ ചോദിക്കുന്ന പുസ്തകങ്ങളെല്ലാം എന്റെ അടുത്ത് നിറയുണ്ട്. നീ തന്നെ അത് വായിച്ചു മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവനെ ഒന്ന് നോക്കി. പുസ്തകങ്ങൾ വായിച്ച ശേഷം ട്രൈഡന്റ് ആർട്ട് എത്രത്തോളം കഠിനമാണ് എന്ന് മനസ്സിലാക്കി ചേതൻ പിന്മാറുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എയർ സ്ലാഷ് ടെക്നിക്ക് എത്ര ദുഷ്കരമാണെന്ന് നീ തന്നെ വായിച്ചു മനസ്സിലാക്കിക്കോ. അപ്പോഴേ എന്തുകൊണ്ടാണ് പൂർണ്ണമായി ആ വിദ്യ അറിയാതെ തിരക്കിട്ട് ആരും അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം നിനക്ക് മനസ്സിലാവും. അരവിന്ദ് അതും പറഞ്ഞ് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. താങ്ക്സ് ചേതൻ മറുപടിയായി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നാലെ അവനും എഴുന്നേറ്റു. ജിജേഷ്, നീയും ഞങ്ങളുടെ കൂടെ വാ. അരവിന്ദ് ജിജേഷിനെയും വിളിച്ചു. പിന്നെ ഞാൻ വരാതിരിക്കുവോ എന്ന് കളിയായി ചോദിച്ചുകൊണ്ട് ജിജേഷും എഴുന്നേറ്റ് അവരുടെ കൂടെ ചെന്നു. ഒരു മികച്ച ട്രൈഡന്റ് ഫൈറ്റർ എന്ന നിലയ്ക്ക് ആ രാജ്യത്തുള്ള ട്രൈഡന്റ് ടെക്നിക്കിനെ കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന ട്രൈഡന്റ് ടെക്നിക്കുകൾ ആരും കണ്ടെത്താത്തിടത്തോളം ഇവിടെയുള്ള ട്രൈഡന്റിനെ കുറിച്ചുള്ള ബേസിക് പുസ്തകങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. ട്രൈഡന്റ് ടെക്നിക്സ് മറ്റ് ഏത് യുദ്ധമുറകളെ പോലെ തന്നെ പഠിക്കാൻ വർഷങ്ങളുടെ പരിശീലനം ആവശ്യമാണ്. ട്രൈഡന്റ് ഉപയോഗിച്ചുള്ള ഓരോ കോമ്പാക്ട് ടെക്നിക്കുകളും പഠിക്കാൻ ഒരുപാട് നാളുകൾ എടുക്കും. എന്നാൽ ചേതന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവന്റെ കൂടെ മാന്ത്രിക ലൈബ്രറി ഉണ്ടായിരുന്നു. അതിന്റെ സഹായത്തോടെ നിമിഷ നേരം കൊണ്ട് ഓരോ പുസ്തകങ്ങളും തന്റെ മനസ്സിൽ പതിപ്പിക്കാൻ അവന് കഴിയും. അങ്ങനെ എല്ലാ പുസ്തകങ്ങളും പതിപ്പിച്ച് കഴിഞ്ഞ ശേഷം അവയിലെ തെറ്റായ മാർഗങ്ങൾ തിരുത്തി അവയെല്ലാം കൂട്ടിച്ചേർത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാന്ത്രിക ലൈബ്രറി ട്രൈഡന്റ് ടെക്നിക്കിനെ കുറിച്ചുള്ള ഒരു മികച്ച പുസ്തകം ഉണ്ടാക്കി ചേതന് നൽകും. അങ്ങനെ ശരിയായ ടെക്നിക് ലഭിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നത് ചേതന് എളുപ്പമായിരിക്കും. പിന്നെ ആനന്ദിനും അവൻ അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഇതെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി ചേതൻ അരവിന്ദിനെ പിന്തുടർന്നു. അവരുടെ പിന്നാലെ തന്നെ ജിജേഷും ഉണ്ടായിരുന്നു. ഇതെന്റെ ഓഫീസാണ്. ഈ നാട്ടിലെ ബേസിക് ട്രൈഡന്റ് ടെക്നിക്കിനെ കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും ഇവിടെ കാണാം. കൂടാതെ ഞാൻ കുറച്ച് സ്പെഷ്യൽ കളക്ഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇവിടെയുണ്ട്, അരവിന്ദ് പറഞ്ഞു. അവർ ഇരുവരും അരവിന്ദിന്റെ ഓഫീസിൽ എത്തിയപ്പോൾ അരവിന്ദ് അഭിമാനത്തോടെ തന്റെ ലൈബ്രറി കാണിച്ചു കൊടുത്തു. ഈ പുസ്തകങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹം ധാരാളം പണം ചെലവഴിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഈ പുസ്തകങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ലൈബ്രറി മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്നത് അദ്ദേഹത്തിന് വലിയ അഭിമാനമുള്ള കാര്യമായിരുന്നു. ആ ഓഫീസിൽ പല റാക്കുകളിലായി ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 7-8 റാക്കുകൾ ബേസിക് ടെക്നിക്കുകളെ കുറിച്ചുള്ള പുസ്തകങ്ങളായിരുന്നു. എയർ സ്ലാഷർ ടെക്നിക്കിനെ കുറിച്ചുള്ള പുസ്തകങ്ങളും ചേതൻ അവിടെ കണ്ടിരുന്നു. ഇത്രയും പുസ്തകങ്ങൾ വായിക്കാൻ ചേതന് കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് അരവിന്ദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വായിച്ചു തീരുന്നത് വരെ കാത്തിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒരാൾ പുസ്തകം വായിക്കുന്നത് നോക്കി ഒരാൾ എത്രയെന്ന് വെച്ച് കാത്തിരിക്കും. അതുമല്ല, ഏറെ നാളുകൾ കൂടി കാണുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തും അവിടെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അപ്പുറത്തെ മുറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ജിജേഷിനോട് പറഞ്ഞു, ജിജേഷ്, നീ എപ്പോഴാ ഇവിടെ അവസാനമായി വന്നത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കൊന്ന് നടന്നിട്ടൊക്കെ വരാം. കുറെ വിശേഷങ്ങൾ അറിയാനും പറയാനുണ്ട്. അത് ശരിയാ, വാ. ചേതൻ ഇവിടെ നിന്ന് പുസ്തകങ്ങൾ നോക്കട്ടെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ജിജേഷ് ചിരിച്ചു. പിന്നെ രണ്ടുപേരും ഓഫീസിൽ നിന്നും ഇറങ്ങി. അവർക്ക് ഒരുപാട് നാളുകളുടെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. അതുമല്ല, ചേതൻ വായിച്ചു തീരാനും ഒരുപാട് സമയമെടുക്കും. പിന്നെ എന്തുകൊണ്ട് ഈ സമയം തന്റെ സുഹൃത്തുമായി ചിലവഴിക്കാൻ എടുത്തുകൂടാ എന്ന് അരവിന്ദ് ചിന്തിച്ചു. അവർ പോയതിനു ശേഷം ചേതൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് ചുറ്റും നോക്കി. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ പോയ സ്ഥിതിക്ക് ഞാൻ എന്റെ ജോലി തുടങ്ങട്ടെ എന്ന് സ്വയം പിറുപിറുത്തുകൊണ്ട് ചേതൻ ഒരു റാക്കിൽ ചെന്ന് അവിടുന്ന് 2 പുസ്തകങ്ങൾ എടുത്ത് അതിന്റെ പേജുകൾ മറിക്കാൻ തുടങ്ങി. പേജുകൾ മറിക്കുന്ന ശബ്ദം ആ ഓഫീസ് മുറിയിൽ നിറഞ്ഞു. അവൻ ഓരോ പുസ്തകത്തിന്റെ പേജുകളും മറിച്ചു തീർക്കുന്നതിനനുസരിച്ച് ആ പുസ്തകങ്ങൾ അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയിൽ പതിയാൻ തുടങ്ങി. ഇവയിലെ ചില പുസ്തകങ്ങൾ ബേസിക് റൂൾസിനെ കുറിച്ചുള്ളവയായിരുന്നു. ചിലത് സാധാരണയായി തുടർന്നു വരുന്ന ചില ടെക്നിക്കുകളെ കുറിച്ചും ചിലത് വെറും അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളുമായിരുന്നു. അതായത് മുഴുവനായി പറഞ്ഞാൽ ട്രൈഡന്റിനെ കുറിച്ച് ഒരാൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ വിഷയങ്ങളെ കുറിച്ച് അറിയണമോ അവയെല്ലാം പുസ്തക രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു ട്രൈഡന്റ് വിദഗ്ധനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന പോലെയുള്ള പുസ്തക ശേഖരം തന്നെയായിരുന്നു അത്. ഓരോ പുസ്തകങ്ങളും മറച്ചു നോക്കിയവൻ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ 8 റാക്കിലെയും പുസ്തകങ്ങളും മനസ്സിൽ പതിപ്പിച്ചിരുന്നു. ആ പുസ്തകങ്ങളെല്ലാം എണ്ണിയാൽ തന്നെ
മൊത്തത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടാകുമായിരുന്നു. ചേതൻ അവയെല്ലാം തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി കൊണ്ട് വിലയിരുത്താൻ തീരുമാനിച്ചു. അവൻ അതിലെ തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെട്ടതും ആ പുസ്തകങ്ങളിലെ തെറ്റുകളെല്ലാം തിരുത്തി അവയെല്ലാം ഒത്തുചേർന്ന് ഒരൊറ്റ പുസ്തകമായി മാറി. അവൻ ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. അവൻ ആ പുസ്തകത്തിലെ ആദ്യം കണ്ട വരി വായിച്ചു. ഒരു പോരാളിക്ക് ആയുധങ്ങൾ തന്റെ കൈയുടെ ഒരു ഭാഗം പോലെയാണ്. അങ്ങനെ തന്റെ ആയുധത്തെ ശരീരത്തിന്റെ ഭാഗമായി കണ്ട് പരിശീലിക്കുന്നവർക്ക് മാത്രമേ അവയിൽ വൈദഗ്ധ്യം നേടാൻ കഴിയൂ. ട്രൈഡന്റ് ഫൈറ്റിങ്ങും അതുപോലെ തന്നെയാണ്. ആ പുസ്തകത്തിലെ ഓരോ വിഷയങ്ങളും ഒരാൾക്ക് വളരെയധികം അറിവ് പകരുന്നവയായിരുന്നു. ആ പുസ്തകം പല പല പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതായതിനാൽ അത് ഏറ്റവും മികച്ച ഒരു പുസ്തകം തന്നെയായിരുന്നു. ട്രൈഡന്റ് ടെക്നിക്കിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനേക്കാൾ നല്ല പുസ്തകം വേറെ ഇല്ലെന്ന് വരെ ചേതന് തോന്നി. അതുപോലെ അരവിന്ദ് പറഞ്ഞതെല്ലാം ഏതാണ്ട് സത്യമാണെന്നും അവന് മനസ്സിലായി. ട്രൈഡന്റ് പഠിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ചേതന്റെ കൂടെ മാന്ത്രിക ലൈബ്രറി ഉള്ളതിനാൽ അവൻ ഇതെല്ലാം ലൈബ്രറി ലളിതമായി പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു സാധാരണ മനുഷ്യന് അരവിന്ദ് പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അരവിന്ദിനെ പോലെയുള്ളവർ തന്റെ ജീവിതകാലം മുഴുവൻ ഈ ട്രൈഡന്റ് പഠിക്കാനായി മാറ്റിവെച്ചിട്ടും അവർ ഇപ്പോഴും അത് പൂർണ്ണമായി പഠിച്ചു കഴിയാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. ചേതന പുസ്തകത്തിലുള്ളവയെല്ലാം വായിക്കുന്നതിനിടയിൽ തന്റെ വിരലുകൾ ട്രൈഡന്റ് പോലെ ഉപയോഗിച്ച് പ്രാക്ടീസും ചെയ്യുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം അവന്റെ കയ്യിൽ ഓറ അവന്റെ വിരലിലൂടെ വായുവിനെ കീറി മുറിച്ച് കടന്നു പോകാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവന്റെ ശരീരം തന്നെ ഒരു ട്രൈഡന്റ് ആയി മാറിയതുപോലെ തോന്നുമായിരുന്നു. ട്രൈഡന്റിനെ ആയുധങ്ങളിലെ രാജാവ് എന്നാണ് വിളിക്കുന്നത്. ഒരു യഥാർത്ഥ യോദ്ധാവിന് അവന്റെ കഴിവുകൊണ്ട് ആകാശം വരെ രണ്ടായി പിളർത്താൻ കഴിയും. ഒന്നുമില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കാഴ്ചക്കാരിൽ അങ്ങനെയൊരു തോന്നലെങ്കിലും ഉണ്ടാക്കും. വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷം മാത്രമാണ് ആളുകൾക്ക് അങ്ങനെയൊരു വൈദഗ്ധ്യം ലഭിക്കുകയുള്ളൂ. ചേതനെ ഇപ്പോൾ ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അവർ ഇപ്പോൾ സ്തബ്ധിച്ചു പോകുമായിരുന്നു. അവന്റെ ശരീരമാകെ ഓറ കൊണ്ട് നിറഞ്ഞ് ട്രൈഡന്റിന്റെ രൂപത്തിൽ തിളങ്ങുകയായിരുന്നു. ചേതന്റെ ട്രൈഡന്റിലെ കഴിവുകൾ പൂർണ്ണതയിലേക്ക് എത്തിയോ എന്നുള്ളത് ആരെ കൊണ്ടും ഊഹിക്കാൻ കഴിയില്ലെങ്കിലും ട്രൈഡന്റ് ഉപയോഗിക്കുന്ന ഏതൊരുവന്റെ കോൺഫിഡൻസ് തകർക്കുന്ന വിധത്തിലുള്ള ശക്തിയായിരുന്നു അപ്പോൾ ചേതനുണ്ടായിരുന്നത്. എന്നാൽ ചേതൻ പുസ്തകത്തിൽ മുഴുകിയിരുന്നതിനാൽ തന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ മാറ്റം അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. വായനയിലുടനീളം അവൻ വിരൽ കൊണ്ട് പരിശീലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവന്റെ വിരലുകളിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി ഓറ പ്രവഹിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ശക്തിയിൽ നിലത്ത് ചെറിയ ദ്വാരങ്ങൾ രൂപം കൊണ്ടിരുന്നു. ചേതൻ അവന്റെ ശക്തി കൺട്രോൾ ചെയ്തിരുന്നത് കൊണ്ട് മാത്രമാണ് അരവിന്ദിന്റെ ആ ഓഫീസ് അവസാനം സ്വാമിനാഥൻ സാറിന്റെ ലൈബ്രറി പോലെ ആകാതിരുന്നത്. വായനയിലും പരിശീലനത്തിലും മുഴുകിയിരുന്ന ചേതൻ സമയം എത്ര കടന്നുപോയി എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല. അവസാനം കുറെ സമയങ്ങൾക്ക് ശേഷം അവൻ അത് അവസാനിപ്പിച്ചു. ഞാൻ ഓൾറെഡി അത് മുഴുവൻ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു. ചേതൻ വിശ്വസിക്കാനാവാതെ പിറുപിറുത്തു. അവന്റെ കണ്ണുകൾ സന്തോഷത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ മാന്ത്രിക ലൈബ്രറിയുടെ സഹായത്തോടെ പുസ്തകങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്ത് അതിലെ തെറ്റുകൾ മാറ്റി ഒരു പുതിയ പുസ്തകം ഉണ്ടാക്കി. ട്രൈഡന്റിനെ കുറിച്ച് ആ പുസ്തകത്തിൽ ഉള്ളത് മുഴുവനും പഠിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ആ പുസ്തകത്തിലേക്ക് നോക്കി. ഈ പുസ്തകത്തിന് ഞാൻ എന്ത് പേരിടും? അവൻ ചിന്തിച്ചു. പിന്നെ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ ആ ടെക്നിക്കിന് മാജിക് ട്രൈഡന്റ് ടെക്നിക് എന്ന് പേരിട്ടു. ചേതൻ ആ പേര് പറഞ്ഞതും ആ പുസ്തകത്തിന്റെ പുറത്ത് സ്വർണ്ണ നിറത്തിലുള്ള അക്ഷരങ്ങളിൽ ആ പേര് തെളിഞ്ഞു വന്നു. നിർഭാഗ്യവശാൽ അരവിന്ദിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു അവയിലെ തെറ്റ്. അതുകൊണ്ട് തന്നെ ചേതന് അതിൽ നിന്നും ഒരു ടെക്നിക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ഈ ടെക്നിക്കിലൂടെ എന്റെ ശക്തി എത്ര വർദ്ധിക്കുമെന്നും അത് എന്റെ സ്ട്രെങ്തിനെ എത്രത്തോളം ബാധിക്കുമെന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ചേതൻ ചിന്തിച്ചു. ഒരു ടെക്നിക്ക് മാത്രമേ പഠിക്കാനായി കഴിഞ്ഞുള്ളൂ എങ്കിലും അത് അവനെ നന്നായി തന്നെ സഹായിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ഇനി സ്കൂളിൽ ചെല്ലുമ്പോ ആനന്ദിന് ഇത് പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് എന്താകും നോക്കാം എന്ന് ചേതൻ ചിന്തിച്ചു. ആനന്ദിനെ സഹായിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ചേതൻ ഈ വിദ്യ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്ക് മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും അത് വെറുതെ ആവില്ല എന്നവൻ കരുതി. ആനന്ദ് ഈ ടെക്നിക്ക് പഠിച്ചാൽ അവന്റെ കഴിവുകൾ തീർച്ചയായും വർദ്ധിക്കും. അതോടെ ശ്യാമിന്റെ സ്റ്റുഡന്റായ അതുലിനെ തോൽപ്പിക്കുന്നതിൽ അവന് ബുദ്ധിമുട്ട് കാണില്ല. അതുമല്ല, തന്റെ മാന്ത്രിക ലൈബ്രറി എല്ലാം തികഞ്ഞതാണ്. അതുകൊണ്ട് ചേതനെ അത് പറഞ്ഞു തന്ന വിദ്യയിൽ ഒരു സംശയവും തോന്നിയില്ല. അങ്ങനെ ഞാൻ വന്ന് ജോലി കഴിഞ്ഞു. ഇനിയും അവിടെ ഇരുന്ന് സമയം കളയണ്ട എന്ന് ചിന്തിച്ച് ചേതൻ ഓഫീസിന്റെ വാതിലടച്ച് വേഗം പുറത്തേക്ക് നടന്നു. വീടിന്റെ മുറ്റത്ത് ചായ കുടിക്കുകയായിരുന്നു അരവിന്ദും ജിജേഷും. ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിനാൽ ഒരുമിച്ചിരുന്ന് നല്ല സംസാരത്തിലായിരുന്നു അവരിരുവരും. ശരിക്കും സംവാദം വിജയിച്ചു തന്നെയാണോ ചേതൻ ആൽക്കെമിസ്റ്റ് ആയത്? അരവിന്ദ് അത്ഭുതത്തോടെ ചോദിച്ചു. അരവിന്ദിന് ഇപ്പോഴും ഇത് വിശ്വസിക്കാനായില്ല. പലപ്പോഴും മുതിർന്ന അധ്യാപകർ മാത്രമാണ് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. അത്തരക്കാർ മികച്ച ആൽക്കെമിസ്റ്റുകളെ പോലും തോൽപ്പിക്കാൻ അറിവുള്ളവരുമായിരിക്കും.
എന്നിട്ടും ഈ സംഭവത്തിൽ ജയിക്കുന്നവർ കുറവാണ്. കാരണം അവർ ഒന്നല്ല 10 ആൽക്കെമിസ്റ്റുകളെയാണ് നേരിടാനുള്ളത്. എന്നാൽ 25 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് സംഭവത്തിൽ ജയിച്ചത്? ജിജേഷ് അല്ലാതെ മറ്റാരെങ്കിലും ഇത് തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അരവിന്ദിന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നേനെ. അത് മാത്രമല്ല, ഔഷധ സസ്യങ്ങളെയും ഔഷധങ്ങളെയും കുറിച്ചുള്ള അറിവിൽ ഞാൻ പോലും അവന് താഴെയാണ്. ഇവൻ ഭാവിയിൽ പേരെടുത്തൊരു ആൽക്കെമിസ്റ്റ് ആവും, അതെനിക്ക് ഉറപ്പാണ്. ജിജേഷ് ആത്മവിശ്വാസത്തോടെ അരവിന്ദിനോട് പറഞ്ഞു. ചേതന്റെ പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവന്റെ മനസ്സിൽ ചേതനെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. എന്നാൽ അരവിന്ദ് അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. തന്റെ ട്രൈഡന്റ് ടെക്നിക്കിനെ അപമാനിക്കുക മാത്രമാണ് ചേതൻ ചെയ്തതെന്ന് അയാൾ ചിന്തിച്ചു. നീ പറയുന്നത് ശരിയായിരിക്കാം, അവൻ ഒരു നല്ല ആൽക്കെമിസ്റ്റ് ആയിരിക്കാം. എന്നാൽ ട്രൈഡന്റ് അങ്ങനെയല്ല. ഇത് അത്ര സാധാരണ ഗെയിമല്ലെന്ന് അവൻ അറിയണം. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് വളരെ എളുപ്പമാണെങ്കിൽ ഞാൻ എന്തിനാണിത് പരിശീലിക്കുന്നത്? അരവിന്ദ് ഗർവോടെ ചോദിച്ചു. ട്രൈഡന്റ് വളരെ ബുദ്ധിമുട്ടുള്ള ആയുധമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതെങ്ങനെ ഒരാൾ പെട്ടെന്ന് പഠിച്ചെടുക്കുക? അതിന് വല്ല വഴിയുണ്ടോ? ജിജേഷ് ചോദിച്ചു. ഒരു വഴിയില്ല, അരവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലോകത്ത് ധാരാളം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആയുധങ്ങളിൽ ഒന്ന് ട്രൈഡന്റ് ആണ്. എണ്ണിയാലൊടുങ്ങാത്ത പോരാളികൾ തുടക്കത്തിൽ ട്രൈഡന്റ് ഉപയോഗിച്ചു തുടങ്ങുമെങ്കിലും അവരിൽ ചിലർക്ക് മാത്രമേ അതിൽ വിജയിക്കാനായുള്ളൂ. ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ജിജേഷ് പെട്ടെന്ന് എന്തോ ഓർത്ത് അരവിന്ദിനോട് ചോദിച്ചു. അല്ല, നിന്റെ ഓഫീസിൽ നിന്റെ കുടുംബത്തിന്റെ രഹസ്യവിധികളൊന്നും സൂക്ഷിച്ചിട്ടില്ലല്ലോ? ഉണ്ടെങ്കിൽ അത് ചേതനെടുത്താൽ എന്ത് ചെയ്യും? ജിജേഷാണ് ചേതനെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവനതെടുത്താൽ ജിജേഷിന് പ്രശ്നമോ? ജിജേഷ് കരുതലോടെ ചോദിച്ചു. അരവിന്ദ് പുഞ്ചിരിയോടെ പറഞ്ഞു. ഇല്ല, ഞാനായി ക്രിയേറ്റ് ചെയ്ത ട്രൈഡന്റ് ടെക്നിക്കും അതുപോലെ എന്റെ കുടുംബത്തിന് ട്രൈഡന്റ് ആർട്ടും എല്ലാം വായ്മൊഴിയായി പകർന്നു കൊടുക്കുന്നവയാണ്. അവ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ആർക്കെങ്കിലും അത് പഠിക്കണമെങ്കിൽ ഞാൻ തന്നെ അത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് തുടർന്ന് പറഞ്ഞു. അതുമല്ല, എന്റെ ഓഫീസിൽ ബേസിക് ബുക്സ് മാത്രമേ ഉള്ളൂ. ഒരു പുതിയ സ്റ്റുഡന്റിനെ ആവശ്യമുള്ളവ. അത് ചെയ്ത് നോക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതുമല്ല, അത് വായിച്ചു കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാവും ഇത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അരവിന്ദ് പറഞ്ഞു നിർത്തി. ട്രൈഡന്റ് ഉപയോഗിക്കുന്നത് ഈ ലോകത്ത് സാധാരണമായ ഒന്നല്ല. ട്രൈഡന്റ് പഠിക്കുന്നത് അത്ര എളുപ്പമായിരുന്നെങ്കിൽ അരവിന്ദിന് ഇപ്പോഴുള്ള ഈ പ്രശസ്തിയും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിലും ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു വിദ്യ ചെയ്തതിന് രാജാവാരെയും അഭിനന്ദിക്കില്ലല്ലോ. സ്ഥിരമായ പരിശീലനത്തിലൂടെ ഓരോ ചലനവും അത് പരിപൂർണമാക്കിയതിനു ശേഷം മാത്രമേ ഇതിൽ പ്രാവീണ്യം നേടാനാകൂ. ട്രൈഡന്റ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആയോധന കലയായതിനാൽ അത് ഈ ലോകത്ത് വളരെ ജനപ്രിയമായതിൽ അതിശയിക്കാനില്ല. അധ്യായം 118. ട്രൈഡന്റ് ഇന്റന്റ്. അരവിന്ദും ജിജേഷും സമയം കടന്നു പോകുന്നത് അറിയാതെ വീട്ടുമുറ്റത്ത് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ചേതൻ എപ്പോഴും ചെറുപ്പമാണ്. ഈ പ്രായത്തിൽ തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് അവന് നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ട്രൈഡന്റ് പഠിക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അവനായിട്ട് അവന്റെ പിടിവാശി ഉപേക്ഷിക്കാൻ ഞാൻ തന്നെ അവനൊരു ട്രൈഡന്റ് കൊടുക്കും. അതവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ അവനൊരു ട്രൈഡന്റ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അരവിന്ദ് പറഞ്ഞു. ട്രൈഡന്റിനെ കുറിച്ച് മുഴുവനായി പഠിക്കാതെ അത് തന്റെ സ്റ്റുഡന്റിനെ പഠിപ്പിക്കും എന്നുള്ള ചേതന്റെ ആശയം അരവിന്ദിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അദ്ദേഹം ചേതന്റെ കഴിവിനെ കുറച്ചു കണ്ടില്ല. കാരണം അവൻ സംവാദത്തിൽ വിജയിച്ച് ആൽക്കെമിസ്റ്റ് ആയ ഒരാളാണ്. ചിലപ്പോ നീ ട്രൈഡന്റ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് അത് പഠിക്കാനുള്ള മോഹം തന്നെ നിർത്തി ചേതൻ വീണ്ടും മരുന്ന് തയ്യാറാക്കാൻ വന്നാലോ? നിങ്ങളുടെ ആൽക്കെമി ഗ്രൂപ്പിലെ ആദ്യ 2 സ്റ്റാർ ആൽക്കെമിസ്റ്റിനെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് ചേതനാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. ജിജേഷ് ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അരവിന്ദിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും പിന്നെ ശക്തമായി വിറയ്ക്കുന്നതും അദ്ദേഹം കണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജിജേഷിന് ഒരു പിടിയും കിട്ടിയില്ല. ജിജേഷ് ഞെട്ടലോടെ നോക്കുമ്പോൾ അരവിന്ദിന്റെ കയ്യിലിരിക്കുന്ന ചായക്കപ്പ് തറയിൽ വീണു പൊട്ടി. അരവിന്ദ്, നിനക്ക് എന്തു പറ്റി? ജിജേഷ് ഞെട്ടലോടെ ചോദിച്ചു. നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രൈഡന്റ് ഫൈറ്റർ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നത് കണ്ട ജിജേഷ് വല്ലാത്ത പതർച്ചയിലായിരുന്നു. അദ്ദേഹത്തിന് പേടിയായി. തന്റെ സുഹൃത്തിന് ഇങ്ങനെ ഒരു അപൂർവ രോഗമുണ്ടെന്ന് ജിജേഷിന് ഇതുവരെ അറിയില്ലായിരുന്നു. എന്താണ് അരവിന്ദിന് പെട്ടെന്ന് സംഭവിച്ചതെന്നും അവനെ രക്ഷിക്കാൻ എന്ത് മരുന്നാണ് നൽകേണ്ടതെന്നും ആലോചിച്ച് നിന്ന ജിജേഷ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വീടിന് ചുറ്റും നോക്കാൻ തീരുമാനിച്ചു. ജിജേഷ് സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അരവിന്ദിന്റെ കൈയുടെ വിറയൽ നിന്നു. പതിയെ അദ്ദേഹത്തിന്റെ അവസ്ഥ സാധാരണ നിലയിലാകാൻ തുടങ്ങി. ഒരു നിധി കിട്ടിയ പോലെ അരവിന്ദ് വളരെ സന്തോഷിച്ചു. ഇത് ട്രൈഡന്റിന്റെ ഏറ്റവും ഉയർന്ന ലെവലാണ്. ട്രൈഡന്റ് ഇന്റന്റ്. അരവിന്ദ് മന്ത്രിച്ചു.
തന്റെ സുഹൃത്ത് സുഖമായിരിക്കുന്നത് കണ്ട് ജിജേഷ് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ട്രൈഡന്റ് ഇൻഡന്റോ? അതെന്താ? ജിജേഷ് ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. എപ്പോഴും കരുത്തനായിരിക്കുന്ന തന്റെ സുഹൃത്ത് പെട്ടെന്ന് ഇങ്ങനെ പെരുമാറിയത് കണ്ട് ജിജേഷ് ആകെ അമ്പരന്ന് പോയിരുന്നു. ജിജേഷിന്റെ ആശയക്കുഴപ്പം കണ്ട് അരവിന്ദ് വിശദീകരിക്കാൻ തുടങ്ങി. വാളിനെ കുറിച്ച് പഠിക്കുന്നവർ പഠിച്ച് ഒരു ഉയർന്ന ലെവലിലെത്തുമ്പോൾ അവർക്ക് സോഡ് ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ട്രൈഡന്റിനെ കുറിച്ച് പഠിക്കുന്നവർക്കും ഒരു ഉയർന്ന ലെവലെത്തുമ്പോൾ ട്രൈഡന്റ് ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ട്രൈഡന്റ് ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഒരു യഥാർത്ഥ ട്രൈഡന്റ് മാസ്റ്റർ ആകാൻ കഴിയൂ. ഈ ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായി എന്റെ മനസ്സിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോഴും ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ ആ ഇൻഡന്റ് വന്നത് എന്റെ വീടിന്റെ അകത്ത് നിന്നാണ്. അതിനർത്ഥം അവിടെയുള്ള ആരോ എനിക്ക് മുമ്പ് ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്തു എന്നാണ്. അതുകൊണ്ടാണ് എന്റെ ശരീരം ആകെ വിറച്ചത്, അരവിന്ദ് പറഞ്ഞു. എന്നിട്ട് ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് എല്ലിന് വേണ്ടി മണം പിടിക്കുന്ന പട്ടിയെ പോലെ എന്തോ തിരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. ഒരാൾ ഒരു ട്രൈഡന്റ് ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്താൽ അയാൾ ട്രൈഡന്റ് കൊണ്ട് ചെയ്യുന്ന എന്തും ഒരു ട്രൈഡന്റ് ആർട്ടായി മാറും. അരവിന്ദ് എപ്പോഴും അത്തരമൊരു സ്ഥാനം നേടാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ അവസരം ലഭിച്ചില്ല. തനിക്കത് ലഭിക്കും മുമ്പ് ഇങ്ങനൊരു ട്രൈഡന്റ് മാസ്റ്റർ തന്റെ വീട്ടിൽ വരുമെന്ന് അരവിന്ദ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നാൽ അത് ആരായിരിക്കും? ഇവിടെ മറ്റാരും വന്നതായി അരവിന്ദ് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇൻഡന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? ആരായിരിക്കും ഈ ഇൻഡന്റിന്റെ ഉടമ എന്നൊക്കെ ചിന്തിച്ച് പരതി പോകുന്നതിനിടയ്ക്ക് അരവിന്ദ് ചേതൻ അവിടെ നിന്ന് നടന്നു വരുന്നത് കണ്ടു. ഈ സമയം ചേതൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ചേത, അദ്ദേഹം എവിടെ? നീ അദ്ദേഹത്തെ കണ്ടോ? ചേതൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അരവിന്ദ് അവനോട് തുറന്നു ചോദിച്ചു. സാർ ആരെ പറ്റി ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ചേതൻ സംശയത്തോടെ ചോദിച്ചു. അരവിന്ദ് എന്താണ് പറയുന്നതെന്ന് ചേതന് മനസ്സിലായില്ല. മാജിക് ട്രൈഡന്റ് ടെക്നിക് പഠിക്കുന്ന തിരക്കിലായിരുന്നു അവൻ. അതിനാൽ പുറത്ത് നടക്കുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ആരെങ്കിലും ഓഫീസിലേക്ക് വന്നോ എന്നാണ് അരവിന്ദ് ചോദിക്കുന്നതെന്ന് ചേതൻ മനസ്സിലാക്കി. എനിക്ക് ആ ഇൻഡന്റ് ഇവിടെ നിന്നാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ മറ്റാരും കാണുന്നില്ലല്ലോ. അരവിന്ദ് പിറുപിറുത്തു. ചേതന് താൻ പറയുന്നത് മനസ്സിലാകാത്തത് കണ്ട് അരവിന്ദ് ചുറ്റും നോക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ജിജേഷ് ഒന്നും മനസ്സിലാവാതെ അരവിന്ദിനെ നോക്കി ചോദിച്ചു. നീ ഈ ഇൻഡന്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഇത് നിനക്ക് തോന്നിയതായിരിക്കും. അരവിന്ദ് രാവും പകലും ട്രൈഡന്റിന്റെ ചിന്തയിൽ നടക്കുന്ന ഒരാളാണ്. എങ്ങനെയും ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് അദ്ദേഹം പകൽക്കിനാവ് കണ്ടതാണെങ്കിലും അല്ലാതെ ജിജേഷ് നോക്കിയിട്ട് ഇതിന് മറ്റൊരു മറുപടിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അത് കേട്ട് അരവിന്ദ് തറപ്പിച്ച് പറഞ്ഞു. എന്റെ ലെവൽ വെച്ചിട്ട് ഞാൻ ഇൻഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നും ഒരു ലെവൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ അനുഭവപ്പെട്ടത് ആരുടെയോ ട്രൈഡന്റ് ഇൻഡന്റ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്, അരവിന്ദ് തറപ്പിച്ച് പറഞ്ഞു. അദ്ദേഹം നാളുകളായി ട്രൈഡന്റ് ഇൻഡന്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ മറ്റെന്തിനെയോ ഇൻഡന്റായി തെറ്റിദ്ധരിക്കാനും മാത്രം വിവരദോഷി അല്ലായിരുന്നു അയാൾ. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് തെറ്റ് വരാൻ ഒരു സാധ്യതയുമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവർ രണ്ടുപേരും എന്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? ആരെക്കുറിച്ചാണ് ഇവർ അന്വേഷിക്കുന്നത്? ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ, ചേതൻ ചിന്തിച്ചു. അവരിരുവരും എന്തിനെയോ കുറിച്ച് കാര്യമായി സംസാരിക്കുന്നത് കണ്ട് ചേതൻ അത് എന്തിനെ കുറിച്ചാണ് എന്നറിയാൻ കൗതുകം തോന്നി. ചേതൻ വായിച്ച പുസ്തകങ്ങളിലെല്ലാം ബേസിക് വിവരങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് അവന് ഇവർ പറയുന്ന ട്രൈഡന്റ് ഇൻഡന്റ് എന്താണെന്ന് മനസ്സിലായില്ല. ചേതനൊന്നും മനസ്സിലാവാതെ നിൽക്കുന്നത് കണ്ട് അരവിന്ദ് അവന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. ട്രൈഡന്റ് ഇൻഡന്റ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ എത്തിച്ചേരണമെങ്കിൽ ഒരാൾക്ക് ട്രൈഡന്റിനെ കുറിച്ച് അളവില്ലാത്തത്ര അറിവുണ്ടാകണം. അരവിന്ദ് അത്രയും പറഞ്ഞിട്ട് പിന്നെ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ട്രൈഡന്റിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിനക്കിത് മനസ്സിലാകണമെന്നില്ല. അരവിന്ദ് കാര്യങ്ങൾ അധികം വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിലും ചേതന കാര്യങ്ങളുടെ കിടപ്പുവശം ഏതാണ്ട് മനസ്സിലായിരുന്നു. നീ ഈ ഓഫീസിൽ കയറിയിട്ട് ഒരുപാട് നേരമായില്ലേ? കുറച്ചു നേരം മുമ്പ് ഇവിടെ ആരെങ്കിലും വന്ന് ട്രൈഡന്റ് ടെക്നിക്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്നു? അരവിന്ദ് വീണ്ടും ചോദിച്ചു. അയാൾക്ക് എങ്ങനെയും ആ വ്യക്തിയെ ഉടനെ കണ്ടെത്തണം എന്ന ചിന്തയായിരുന്നു. അത് കേട്ട് ചേതൻ എന്ത് പറയുമെന്നറിയാതെ മിഴിച്ചു നിന്നു. എനിക്കത്ര ഉറപ്പില്ല, പക്ഷേ ഞാൻ ആ ഇൻഡന്റ് ഫീൽ ചെയ്തതാണ്. എനിക്ക് എന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. എന്റെ ശരീരം വിറച്ചു. എന്നാൽ ഇവിടെ എങ്ങും നോക്കിയിട്ട്
ആരെയും കാണുന്നുമില്ല. അരവിന്ദ് തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ ഇൻഡന്റ് ഏതാനും നിമിഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ആരാണ് പുറപ്പെടുവിച്ചത് എന്ന് അരവിന്ദിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉടനടി തന്നെ ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അരവിന്ദ് എന്തൊക്കെയോ ആലോചിച്ച ശേഷം ചേതനെ നോക്കി. അല്ല ചേത, നീ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? ആ ട്രൈഡന്റ് മാസ്റ്റർ എവിടേക്കാ പോയതെന്ന് നീ അറിയേണ്ടതല്ലേ? അരവിന്ദ് വീണ്ടും ചേതനോട് അതേ ചോദ്യം തന്നെ ചോദിച്ചു. അത് കേട്ട് ചേതൻ വീണ്ടും കുഴഞ്ഞു. ഇയാൾക്കെന്താ വട്ടാണോ ഇടയ്ക്കിടയ്ക്ക് ഇതേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാൻ? അല്ല, ആര് ഇയാൾ ഈ അന്വേഷിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അരവിന്ദിന്റെ കുടുംബത്തിലെ എല്ലാവരും ട്രൈഡന്റ് ഉപയോഗിക്കുന്നവരാണ്. അവരെല്ലാം ദിവസവും പരിശീലനം ചെയ്യാറുള്ളതാണ്. എന്തിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കാവൽക്കാർ വരെ ട്രൈഡന്റ് ഉപയോഗിക്കുന്നവരാണ്. അരവിന്ദ് ഇവിടെ എല്ലാവരെയും വിളിച്ച് ഓരോന്നായി ചോദിച്ചപ്പോഴും ട്രൈഡന്റിന്റെ സ്പെഷ്യൽ ടെക്നിക്കിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. താൻ അറിയാതെ തന്നെ ആരെങ്കിലും പ്രത്യേക പരിശീലനം നടത്തി തന്നെക്കാൾ മുകളിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് അരവിന്ദിന് സംശയം തോന്നെങ്കിലും ആദ്യം ആരാണ് ഈ ട്രൈഡന്റ് മാസ്റ്റർ എന്ന് കണ്ടെത്താം എന്ന് അദ്ദേഹം കരുതി. സർ, ട്രൈഡന്റ് ഇന്റന്റ് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനെങ്ങനെ ഒരു ട്രൈഡന്റ് മാസ്റ്ററിനെ തിരിച്ചറിയാനാണ്? ചേതൻ അദ്ദേഹത്തോട് ചോദിച്ചു. അത് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഞാൻ മുഴുവനായി ട്രൈഡന്റ് ഇന്റന്റിൽ എത്തിയിട്ടില്ലെങ്കിലും എനിക്കൊരു 70-80% ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ദാ നോക്ക്, ഇതുപോലെ. പക്ഷേ ട്രൈഡന്റ് മാസ്റ്ററിന്റെ ഇന്റന്റ് ഇതിലും വേഗതയുള്ളതും ശക്തമായതുമായിരിക്കും. അരവിന്ദ് പറഞ്ഞതിന് ശേഷം ചേതൻ നേരെ തന്റെ ഓറ ഉപയോഗിച്ച് ഇന്റന്റ് അയച്ചു. ചേതൻ ഒരു ശക്തമായ ഊർജം തനിക്ക് നേരെ എത്തുന്നത് തിരിച്ചറിഞ്ഞു. എന്തിനേയും ഒരു വാള് പോലെ മുറിക്കാൻ കഴിവുള്ളതായിരുന്നു ആ ഊർജം. ഓ, ഇതാണ് ട്രൈഡന്റ് ഇന്റന്റ് എന്നാണോ സാറ് പറയുന്നത്? അതായത് ഈ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ട്രൈഡന്റ് മാസ്റ്റർ ആകാൻ കഴിയുമെന്ന് ചേതൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അവന്റെ മുഖത്ത് എന്തോ മനസ്സിലാക്കിയ ഭാവമുണ്ടായിരുന്നു. ഇതാണ് ട്രൈഡന്റ് ആർട്ടിന്റെ ഏറ്റവും ഉയർന്ന തലം. ഇനി പറ, നിനക്കിതുപോലെ ഒരു ഇന്റന്റ് നേരത്തെ ആരിൽ നിന്നെങ്കിലും അനുഭവപ്പെട്ടിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കാം, അരവിന്ദ് ക്ഷീണിതനായി പറഞ്ഞു. ഒരു തവണ ഇന്റന്റ് പുറത്തുവിട്ടപ്പോൾ തന്നെ അരവിന്ദ് വല്ലാതെ തളർന്നിരുന്നു. അരവിന്ദിന്റെ നെറ്റിയിൽ വിയർപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം ശ്വാസം എടുക്കാനായി ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ നീക്കം ഭാരിച്ച ഒന്നായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു. ഇനി അദ്ദേഹത്തിന് വീണ്ടും ഈ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര സമയമെടുക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ചേതന്റെ മുഖം വിവരണാതീതമായി ചുവന്നിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ഇന്റന്റ് ഇതാണോ എന്ന് ചോദിച്ച് ചേതൻ മാന്ത്രിക ലൈബ്രറി പറഞ്ഞു കൊടുത്ത മാജിക് ട്രൈഡന്റ് ടെക്നിക് ചെയ്തു. അവന്റെ ശരീരം സ്വർണ്ണ നിറത്തിലുള്ള ഓറ കൊണ്ട് തിളങ്ങി. അത് കാരണം കാഴ്ചയിലും അവന്റെ ശരീരം ഒരു ട്രൈഡന്റ് പോലെയായി മാറിയിരുന്നു. ചേതന്റെ ഈ ഇന്റന്റിന്റെ മുമ്പിൽ അരവിന്ദിന്റെ ഇന്റന്റ് ഒന്നുമല്ലായിരുന്നു. ഇതെങ്ങനെ, നിനക്കെങ്ങനെ ഈ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു? അരവിന്ദ് ഞെട്ടലോടെ ചോദിച്ചു. അയാൾക്കാകെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഇതെങ്ങനെ നടക്കും? ചേതനെ എങ്ങനെ ഒരു ട്രൈഡന്റ് ഇന്റന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അരവിന്ദ് ആകെ ആശ്ചര്യത്തിലായി. ചേതന്റെ ചുവന്നിരിക്കുന്ന മുഖം കണ്ടതും അയാൾ അറിയാതെ തലയിൽ കൈവച്ചു പോയി. എന്തിനാ ചേത നീ എന്നോട് കള്ളം പറഞ്ഞത്? എന്തിനാ എന്നെ ചതിച്ചത്? അരവിന്ദ് ചേതനെ നോക്കി ചോദിച്ചു. കുറച്ചു മുമ്പല്ലേ നീ നിനക്ക് ട്രൈഡന്റ് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത്? എന്നിട്ടല്ലേ നീ ബേസിക് വിവരങ്ങൾ അറിയാനായി പുസ്തകം വായിക്കാൻ ഇവിടേക്ക് വന്നത്? പിന്നെ ഇതെങ്ങനെ? അരവിന്ദ് തന്റെ 8ാം വയസ്സ് മുതൽ ട്രൈഡന്റ് അഭ്യസിക്കുന്ന ആളാണ്. തന്റെ ജീവിതത്തിലെ 40 വർഷമാണ് അദ്ദേഹം ട്രൈഡന്റിനായി കളഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതകാലം തന്നെ. എന്നിട്ടും അദ്ദേഹത്തിന് ട്രൈഡന്റ് ഇന്റന്റ് മുഴുവനായി ഗ്രഹിക്കാനായില്ല. അപ്പോൾ ചേതനിത്ര ചെറുപ്പത്തിൽ തന്നെ ഇതെങ്ങനെ സാധിച്ചു? അതും ഇത്രയും ശക്തമായ ഒരു ഇന്റന്റ് അവൻ എങ്ങനെ ലഭിച്ചു? ട്രൈഡന്റിന്റെ ഇന്റന്റ് എന്താണെന്ന് പോലും അവൻ അറിയില്ല. പിന്നെ എങ്ങനെ ഈ കഴിവെല്ലാം അവൻ എവിടെ നിന്നും വന്നു? ഇതെല്ലാം ചിന്തിച്ച് അരവിന്ദിന് കരച്ചിൽ വരുന്നത് പോലെ തോന്നി. ഒരാളുടെ വികാരങ്ങൾ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത് ശരിയാണോ? ചേതന് ഇത്രയും കഴിവുണ്ടെന്ന് അറിയാതെയാണ് അദ്ദേഹം നേരത്തെ അവനെ തഴഞ്ഞത്. സ്വയം ഒരു കുഴി കുഴിച്ച് അതിൽ കയറിക്കിടന്ന് മണ്ണിട്ട് മൂടാനാണ് അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയത്. ഇതെല്ലാം കണ്ടുനിന്ന ജിജേഷും വല്ലാത്ത ഞെട്ടല്ലായിരുന്നു. 70-80% മാത്രമുള്ള തന്റെ ഇന്റന്റ് അരവിന്ദ് പുറത്തെടുത്തപ്പോൾ തന്നെ അയാൾ വല്ലാതെ തളർന്നു പോയിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ചേതൻ അത് വളരെ എളുപ്പത്തിൽ ചെയ്തത്. അവന് യാതൊരു തളർച്ചയുമില്ലായിരുന്നു. എന്തിനധികം പറയുന്നു, അവനൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് അത് ചെയ്തത്. ഇതിപ്പോൾ ചേതനാണോ ട്രൈഡന്റിൽ പ്രബലൻ, അതോ അരവിന്ദോ?
ജിജേഷ് ചിന്തിച്ചു. ഇതെല്ലാം എങ്ങനെ നടന്നു എന്ന് മനസ്സിലാവാതെ അരവിന്ദ് ചേതനോട് ചോദിച്ചു, നിനക്ക് ട്രൈഡന്റ് ഉപയോഗിക്കാൻ അറിയില്ല എന്നല്ലേ നീ പറഞ്ഞത്? എനിക്ക് ഇപ്പോഴും അതറിയില്ല, ചേതൻ മറുപടി കൊടുത്തു. ചേതൻ ആ പറഞ്ഞത് കേട്ട് തന്റെ ഹൃദയം തകർന്ന പോലെയാണ് അരവിന്ദിന് തോന്നിയത്. നിനക്കിപ്പോഴും ട്രൈഡന്റ് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിന്റെ ഇന്റന്റ് ഇത്രയും ശക്തിയുള്ളതായി മാറി? ട്രൈഡന്റ് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ ഇത്രയും പവർഫുൾ ആയ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്തു? വെറും 2 മണിക്കൂർ പുസ്തകം വായിച്ച് നിനക്ക് ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ 40 വർഷമായി ട്രൈഡന്റ് പഠിച്ച് ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഞാനെന്താ വിഡ്ഢിയാണോ? അരവിന്ദ് ദാഷ്ട്യത്തോടെ ചോദിച്ചു. ചേതൻ കുറച്ചു നേരം ആലോചിച്ച ശേഷം പറഞ്ഞു, ഞാൻ സാറിന്റെ പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് മനസ്സിലായത് വെച്ച് എനിക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ചെയ്തു നോക്കിയതാണ്. അത് കേട്ട് അരവിന്ദ് പുരികമുയർത്തിയതും ചേതൻ വീണ്ടും പറഞ്ഞു, ഇത് ട്രൈഡന്റ് ഇന്ത്യൻ ഫോം ചെയ്യുന്ന ഒരു ടെക്നിക്കാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ചേതൻ അവിടെ പറഞ്ഞത് ഒന്നും കള്ളമായിരുന്നില്ല. അരവിന്ദ് ചേതന് വായിക്കാനായി നൽകിയ പുസ്തകങ്ങളെല്ലാം ബേസിക് പുസ്തകങ്ങൾ മാത്രമായിരുന്നു. അതിൽ എന്താണ് ഇന്റന്റ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. ചേതൻ ആകെ ചെയ്തത് മാന്ത്രിക ലൈബ്രറി തന്ന മാജിക് ട്രൈഡന്റ് ടെക്നിക് പ്രയോഗിക്കുക മാത്രമാണ്. അല്ലാതെ ഈ ഇന്റന്റ് എവിടെ നിന്നും വന്നെന്നോ അത് എങ്ങനെ പ്രയോഗിക്കണമെന്നോ ചേതൻ അറിയില്ല. ഇതേ സമയം അരവിന്ദ് ഇതെല്ലാം കേട്ട് ഇപ്പോൾ കരയും എന്ന അവസ്ഥയിലായി. അധ്യായം 119. സുപ്രീം ട്രൈഡന്റ് ആർട്ട്. ചേതൻ ട്രൈഡന്റ് ടെക്നിക്കിനെ കുറിച്ച് ആ പുസ്തകത്തിൽ നിന്നും വായിക്കുന്നതിനിടയിൽ അറിയാതെ തന്നെ തന്റെ വിരലുകൾ കൊണ്ട് അഭ്യസിച്ചിരുന്നു. അവൻ അറിയാതെ ചെയ്ത ആ പ്രവൃത്തി അവനിൽ ട്രൈഡന്റ് ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാനായി സഹായിച്ചു. അരവിന്ദ് പറഞ്ഞതുപോലെ ട്രൈഡന്റ് ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ചേതൻ അത് ഒന്ന് കഷ്ടപ്പെടുക പോലും ചെയ്യാതെയാണ് നേടിയെടുത്തതെന്ന് അരവിന്ദിന് അറിയില്ലല്ലോ. അരവിന്ദ് തന്റെ ട്രൈഡന്റ് ഇന്റന്റ് പൂർണ്ണമാക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും അദ്ദേഹത്തിന് തോൽവി മാത്രമായിരുന്നു ഫലം. ഇതിനായി തന്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ അദ്ദേഹം 10 വർഷം ചെലവഴിച്ചു. മരുഭൂമിയിൽ പോയി മഞ്ഞുമലകളിൽ താമസിച്ചു, എന്തിന് കൊടുങ്കാട്ടിൽ പോലും അലഞ്ഞു. എന്നാൽ നാളിതുവരെ അദ്ദേഹത്തിന് ഇതിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചേതനാകട്ടെ കുറച്ച് പുസ്തകങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് അതിൽ നിന്നും തനിക്ക് പോലും അറിയാത്ത ശക്തികൾ കൈവരിച്ചിരിക്കുന്നു. ഇപ്പോൾ ബോധം കെട്ട് വീഴുമെന്ന അവസ്ഥയിലായിരുന്നു അരവിന്ദ്. ദൈവമേ, ഇത് വല്ലാത്ത ചതിയായി പോയി. ആ പുസ്തകങ്ങൾ എങ്ങനെ ഉപകരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അരവിന്ദ് അവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പിറുപിറുത്തു. അയാൾ ഈ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാനായി പലയിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് ചെരുപ്പ് തേഞ്ഞിട്ട് നടക്കാഞ്ഞത് ചേതൻ വെറും നിസ്സാരമായി സ്വായത്തമാക്കി. ഇങ്ങനെയൊരു നാണക്കേട് വെച്ച് താൻ ജീവിച്ചിരുന്നിട്ട് ഇനി എന്തു പ്രയോജനം? ഒന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ അയാൾക്ക് തോന്നിപ്പോയി. അയാൾ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. കുറച്ച് വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് അവൻ ഇത് നേടിയെടുത്തതെന്ന് ചേതൻ പറഞ്ഞിരുന്നെങ്കിൽ പോലും അരവിന്ദിന്റെ മനസ്സിൽ അസൂയ വന്നേനെ. അങ്ങനെയൊരു സാഹചര്യത്തിൽ ചേതൻ വെറും 2 മണിക്കൂർ കൊണ്ട് താൻ കൊടുത്ത ബേസിക് വിവരങ്ങൾ മാത്രമുള്ള പുസ്തകം പഠിച്ചതിന് ശേഷമാണ് ഇന്റന്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുമൊരു പരിശീലനം ഒന്നും ചെയ്യാതെ തന്നെ വളരെ ശക്തിയാർന്ന ഇന്റന്റ് ആണ് അവന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ അവിശ്വസനീയമായ മറ്റൊരു കാര്യം, യാതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകളും പഠിക്കാതെ വെറും ബേസിക് മാത്രം പഠിച്ചിട്ടാണ് ചേതൻ ഇത് ചെയ്തത് എന്നുള്ളതാണ്. ബാക്കി ആർക്കും ആ പുസ്തകങ്ങൾ വായിച്ചിട്ടും സാധിക്കാത്തത് ഇവന് മാത്രം എങ്ങനെ സാധിച്ചു? നീ വിഷമിക്കേണ്ട അരവിന്ദ്, ഓരോരുത്തർക്കും ഓരോന്നിലും കഴിവ് കാണുമല്ലോ. ചേതന്റെ കഴിവ് ട്രൈഡന്റിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവന് പെട്ടെന്ന് തന്നെ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. തന്റെ സുഹൃത്ത് വിഷമിക്കുന്നത് കണ്ട് ജിജേഷ് ആശ്വസിപ്പിക്കാനായി പറഞ്ഞു, നീ പറയുന്നത് പോലെ ആകാനും ചാൻസ് ഉണ്ട്. അരവിന്ദ് മെല്ലെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അരവിന്ദ് ഒരു മികച്ച ട്രൈഡന്റ് ഫൈറ്റർ ആയിരുന്നു. അയാൾ ജിജേഷ് പറഞ്ഞതോർത്ത് തന്റെ മനസ്സിനെ ബലപ്പെടുത്തി. അരവിന്ദ് എന്തോ പറയാനായി തുടങ്ങിയതും ചേതൻ ഇടയ്ക്ക് കയറി ചോദിച്ചു, സാർ, എനിക്കിപ്പോഴും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. സാർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോ പുറപ്പെടുവിച്ചത് ട്രൈഡന്റ് ഇന്റന്റ് ആണ്. പക്ഷേ ഈ ഇന്റന്റ് എന്താണ്? അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് കേട്ട അരവിന്ദ് ഒന്ന് തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, ട്രൈഡന്റ് ഇന്റന്റ് എന്ന് പറയുന്നത് ഒരാൾ എത്രത്തോളം ട്രൈഡന്റിനെ കുറിച്ച് മനസ്സിലാക്കി എന്നുള്ളതിന്റെ അടയാളമാണ്. അതായത് ഒരാൾ ട്രൈഡന്റ് ഇന്റന്റ് പുറപ്പെടുവിച്ചാൽ അയാളുടെ ട്രൈഡന്റ് അയാളുടെ കൈയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്ന് സാരം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി തന്റെ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ മൂവും ഒരു ട്രൈഡന്റ് ആർട്ടായി കണക്കാക്കപ്പെടും. ഇത് ട്രൈഡന്റ് ടെക്നിക്കിനെ കുറിച്ചുള്ള അറിവിന്റെ കൊടുമുടിയിലെത്തുമ്പോഴേ സംഭവിക്കൂ. അരവിന്ദ് പറഞ്ഞു. അത് കേട്ട് ചേതന് വളരെ സന്തോഷമായി. അതുകൊള്ളാം. അപ്പോ ഇത് ആനന്ദിന് പഠിപ്പിച്ചു കൊടുത്ത അവൻ ഉറപ്പായി മത്സരത്തിൽ ജയിക്കും.
ചേതൻ തന്നോട് തന്നെയായി പറഞ്ഞു. ചേതന്റെ ട്രൈഡന്റ് ടെക്നിക്ക് വളരെ പവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദ് ഇത്തിരി കഷ്ടപ്പെട്ടാലും പഠിച്ചെടുത്താൽ അവന് പന്തയത്തിൽ വിജയം ഉറപ്പാണ്. സമയം ഒട്ടും നഷ്ടപ്പെടാതെ സ്കൂളിലേക്ക് പോയി അവനുള്ള ട്രെയിനിങ് തുടങ്ങാൻ തന്നെ ചേതൻ തീരുമാനിച്ചു. നീ നിന്റെ സ്റ്റുഡന്റിനും ഈ വിദ്യ പഠിപ്പിക്കാൻ പോവുകയാണോ? അരവിന്ദ് ഞെട്ടലോടെ ചോദിച്ചു. പുസ്തകങ്ങൾ മാത്രം വായിച്ച് ചേതൻ ഈ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതി എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ. അതുമല്ല, ചേതന് ഇതെങ്ങനെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് അയാൾ ചിന്തിച്ചു. ചേതനോട് ഇത് വിശദീകരിച്ച് പറഞ്ഞുകൊടുത്ത് അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ ഇത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സർ, ഞാൻ ഈ ടെക്നിക്ക് പഠിച്ചത് വെറും ബുക്ക് വായിച്ചാണ്. ആ ടെക്നിക്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഞാനത് ചെയ്തതും. പക്ഷെ സാർ അങ്ങനെയല്ലല്ലോ. സാർ ഒരുപാട് നാളായി ട്രൈഡന്റ് പഠിച്ച് അത് പഠിപ്പിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് ഞാനിത് എങ്ങനെ എന്റെ സ്റ്റുഡന്റിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഒന്ന് സാർ എനിക്ക് കുറച്ച് പറഞ്ഞു തരുമോ? ചേതൻ വിനയപൂർവ്വം ചോദിച്ചു. ചേതന് ട്രൈഡന്റ് ഇന്റന്റ് എന്താണെന്ന് പോലും ശരിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ചോദ്യം കേട്ട് അദ്ദേഹത്തിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അരവിന്ദ് ഈ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ട്രൈഡന്റ് വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ ചേതന്റെ നീക്കങ്ങളിലെ ഗുണദോഷങ്ങൾ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നീ നിന്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് എന്ത് ടെക്നിക്കാണ് അറിയാവുന്നത്? നീ ആ ടെക്നിക്ക് ശരിയായി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. കാരണം വേറൊന്നുമല്ല, നീ വെറും പുസ്തകം മാത്രം വായിച്ചാണ് ഈ ടെക്നിക്ക് പഠിച്ചത്. എന്നാലും നിന്റെ ഇന്റന്റ് വളരെ പവർഫുൾ ആണ്. നിന്നെ പോലെ പുസ്തകം വായിച്ച് അത് വെച്ച് മാത്രം ഇത്രയും ഉയർന്ന നിലയിൽ എത്തുന്ന ജീനിയസ് ആയ ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അരവിന്ദ് ചേതനോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്റെ വേലക്കാരനോട് മറ്റൊരു ട്രൈഡന്റ് അവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കേട്ട് വേലക്കാരൻ ഉടനെ തന്നെ ട്രൈഡന്റ് അവിടേക്ക് കൊണ്ടുവന്നു. എന്ത് ടെക്നിക്കിന്റെയും ശക്തി പരിശോധിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം ആ ടെക്നിക്ക് ഉപയോഗിച്ച് പോരാടി നോക്കുക എന്നതാണ്. അതുകൊണ്ട് ചേത, നീ നിന്റെ ശക്തി എന്താണെന്നുള്ളത് എന്റെ മുമ്പിൽ കാണിക്കേ. അതുവരെ വിഷമിച്ച് നിൽക്കുകയായിരുന്ന അരവിന്ദിന്റെ ഉള്ളിലെ ട്രൈഡന്റ് അധ്യാപകൻ ഉണർന്നതും ഗൗരവത്തോടെ അയാൾ ചേതനോട് പറഞ്ഞു. അരവിന്ദ് ട്രൈഡന്റ് കയ്യിലെടുത്തപ്പോൾ തന്നെ അയാളിൽ ആകെ ഒരു മാറ്റം വന്നിരുന്നു. ഒരു മൃഗം തന്റെ ഉറക്കത്തിൽ നിന്നും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ചേതന് ട്രൈഡന്റ് ഇന്റന്റ് ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നതിലും പരിശീലനത്തിലുമെല്ലാം ഇപ്പോഴും അരവിന്ദിന്റെ താഴെ തന്നെയാണ്. അതുകൊണ്ട് ചേതൻ എന്തെങ്കിലും പുതിയ നീക്കങ്ങൾ പുറത്തെടുത്താൽ തന്നെ തനിക്കത് തടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ചേതനാണെങ്കിൽ താൻ പഠിച്ച കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ വെമ്പൽ കൊണ്ടു. അങ്ങനെ ആദ്യമായി ചേതൻ ഒരു ട്രൈഡന്റ് കയ്യിലെടുത്തു. അവൻ നാളിതുവരെ തന്റെ ജീവിതത്തിൽ ട്രൈഡന്റ് പിടിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും ആ ട്രൈഡന്റ് തന്റെ കയ്യിൽ എത്തിയതും അത് തനിക്കായി നിർമ്മിച്ചതുപോലെ, അല്ലെങ്കിൽ അത് തന്റെ ശരീരത്തിന്റെ ഭാഗമായതുപോലെയൊക്കെ അവന് തോന്നി. ഞാൻ തുടങ്ങാം, ചേതൻ പറഞ്ഞു. അവന്റെ ഉള്ളിലെ ഓറയുടെ പ്രഭാവം വർദ്ധിച്ചു. അവൻ കൂടുതൽ ശക്തനായി കാണപ്പെട്ടു. ചേതന്റെ ചലനങ്ങൾ ഒരു വിധത്തിലും ഒരു ട്രൈഡന്റ് വിദഗ്ധനേക്കാൾ താഴെയായിരുന്നില്ല എന്ന് വേണം പറയാൻ. ചേതൻ തന്റെ ഓറ പുറത്തെടുത്തു. അവൻ കയ്യിലിരുന്ന ട്രൈഡന്റ് തന്റെ എതിരാളിയുടെ നേരെ എറിഞ്ഞു. പല പുസ്തകങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർത്താണ് മാന്ത്രിക ലൈബ്രറി അവനായി ഈ ടെക്നിക്ക് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ പല സങ്കീർണമായ ടെക്നിക്കുകളും കൂടി ചേർന്നതായിരുന്നു ഇത്. കടലിൽ ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് പോലെയായിരുന്നു അവന്റെ ട്രൈഡന്റ് വായുവിലൂടെ നീങ്ങിയത്. ഇത് അരവിന്ദ് അവന്റെ നീക്കം കണ്ട് അത്ഭുതത്തോടെ നോക്കി. അദ്ദേഹം ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. അപ്പോഴാണ് ചേതനും അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. താൻ എറിഞ്ഞ ട്രൈഡന്റ് അരവിന്ദിന്റെ നേരെ ചെല്ലുന്നത് കണ്ട് അവനൊന്ന് ഭയക്കാതിരുന്നില്ല. ചേതന്റെ ഈ നീക്കം വളരെ ലളിതമായിരുന്നെങ്കിലും അതിൽ അവന്റെ എല്ലാ ശക്തിയും ഒരു ഫോക്കസ് പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു. ഇതാണ് സുപ്രീം ട്രൈഡന്റ് ആർട്ട്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ട്രൈഡന്റ് കണ്ട് അധികം സമയം പാഴാക്കാതെ തന്നെ അരവിന്ദ് തന്റെ മുഴുവൻ ശക്തിയും കൊടുത്ത് ഒരു മറുവിദ്യ പ്രയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ട്രൈഡന്റ് ചേതന്റെ ഇതിന് നേരെ എറിഞ്ഞിരുന്നു. അരവിന്ദ് തന്റെ ശക്തി ഉപയോഗിക്കുന്നത് കണ്ടതും തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി അവന് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം ഡോൺ 7 സ്റ്റേജിലെ ഒരു യോദ്ധാവായിരുന്നു. ആ രണ്ട് ട്രൈഡന്റുകളും തമ്മിൽ വായുവിൽ കൂട്ടിയിടിച്ചു. അവ രണ്ടിന്റെയും ശക്തികൾ തമ്മിൽ കൂട്ടിയിടിച്ചതും അവിടെയെങ്ങും പ്രകമ്പനം കൊള്ളിക്കുമാറോ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ഒരു ഇടിമുഴക്കം പോലെയായി അത് കണ്ടു നിന്നവർക്ക് അനുഭവപ്പെട്ടു. ചേതൻ 7-8 ചുവടുകൾ പിന്നിലേക്ക് വെച്ചു പോയിരുന്നു. മറുവശത്ത് അരവിന്ദ് താൻ നിന്നെടുത്ത് തന്നെ ഉറച്ചു നിന്നു. ആരാണ് വിജയ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അദ്ദേഹം ഒരു ഡോൺ 7 ഫൈറ്റർ ആണ്. ചേതനോ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കാതെ ആകെ 4 ടൺ ശക്തി മാത്രമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഉറപ്പായും ഡോൺ 7 സ്റ്റേജിലുള്ള അരവിന്ദ് തന്നെയാണ് അതിൽ വിജയിച്ചത്. ആ ട്രൈഡന്റുകൾ കൂട്ടിമുട്ടിയതിന്റെ പ്രഭാവത്തിൽ
ചേതനൊന്ന് പിന്നോട്ട് പോയെങ്കിലും അവന്റെ ശക്തമായ ശരീരവും ഓറയുടെ പ്രഭാവവും മൂലം പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. സർ, യു ആർ റിയലി അമേസിംഗ്, ചേതൻ ആവേശത്തോടെ പറഞ്ഞു. തന്റെ മുഴുവൻ ശക്തിയും താൻ ഉപയോഗിച്ചില്ല എങ്കിലും താൻ പ്രയോഗിച്ച ടെക്നിക് മാന്ത്രിക ലൈബ്രറി രൂപപ്പെടുത്തിയ ശക്തമായ ഒന്ന് തന്നെയായിരുന്നു. അത് അരവിന്ദ് അനായാസമായി കൈകാര്യം ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തോട് അവന് നല്ല മതിപ്പുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത ചേതൻ പ്രയോഗിച്ച ഒരു ടെക്നിക്കിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ച വെക്കേണ്ടി വന്നിരുന്നു. അരവിന്ദ് ഒരു അടി പോലും പിന്നോട്ട് വെച്ചില്ലെങ്കിലും കാഴ്ചയിൽ അദ്ദേഹമാണ് ജയിച്ചതെന്ന് തോന്നിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം ആകെ തളർന്നു പോയിരുന്നു. അദ്ദേഹത്തിന് ചെറുതായി വേദനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് താളം പോലും തെറ്റിപ്പോയിരുന്നു. കൂടാതെ അരവിന്ദിന് ആഴത്തിൽ തന്നെ മുറിവേറ്റിരുന്നു. അദ്ദേഹം സ്വയം നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അരവിന്ദ് ചോര ഛർദ്ദിച്ചിട്ടുണ്ടാകുമായിരുന്നു. അതുമല്ല, അദ്ദേഹം ഒരു ഡോൺ 7 യോദ്ധാവാണ്. അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായും തന്നേക്കാൾ താഴ്ന്ന നിലയിലുള്ളവരോട് അദ്ദേഹത്തിന് തോൽക്കാൻ കഴിയില്ലല്ലോ. സാധാരണ ഒരാൾക്ക് തന്റെ ഡോൺ ലെവലിനേക്കാൾ ഉയർന്ന ലെവലിലുള്ള ഒരാളോട് പൊരുതി ജയിക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ചേതൻ തന്റെ മുഴുവൻ ശക്തി പോലും ഇവിടെ ഉപയോഗിച്ചിരുന്നില്ല എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അരവിന്ദ് ഒന്ന് ദീർഘനിശ്വാസം എടുത്ത് സ്വയം ശാന്തമാകാൻ ശ്രമിച്ചു. നിന്റെ ഈ ടെക്നിക്ക് ശരിക്കും മികച്ചതാണ് എന്ന് അരവിന്ദ് അവനെ ഹൃദയപൂർവ്വം പ്രശംസിച്ചു. ആണോ? താങ്ക് യു സർ. എങ്കിൽ ഞാൻ ഈ ടെക്നിക്ക് എന്റെ സ്റ്റുഡന്റിനെ പഠിപ്പിക്കാം. പക്ഷേ അരവിന്ദ് സാർ, ഞാൻ ഈ നീക്കത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ചേതൻ ആകാംക്ഷയോടെ ചോദിച്ചു. എന്താ? അരവിന്ദിന്റെ മുഖം ചുവന്നു. തന്നെ അപമാനിക്കാനാണോ ചേതൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വരെ അവന്റെ ചോദ്യം കേട്ട് അദ്ദേഹം ചിന്തിച്ചു പോയി. ചേതൻ ഇന്റന്റ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളതും അതുകൊണ്ട് അവന്റെ എല്ലാ നീക്കങ്ങളും ട്രൈഡന്റ് ആർട്ടായി മാറുമെന്നുള്ളത് മാറ്റിവെച്ചാലും ചേതൻ ഇപ്പോൾ ചെയ്ത ഈ ടെക്നിക്ക് എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അവന് അതിന്റെ പോരായ്മകൾ കണ്ടെത്തി ഉപദേശങ്ങൾ നൽകുന്നത്? അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് പോലും തന്റെ എതിരാളി എങ്ങനെയാണ് ഈ നീക്കം നടത്തിയെന്നോ ആ അറ്റാക്ക് തനിക്കെതിരെ വന്നതെന്നോ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. അദ്ദേഹത്തിന് നാണക്കേട് കൊണ്ട് മുഖം ചുവന്നു. എന്ത് പറയണമെന്നറിയാതെ ഒന്ന് പരിങ്ങിയ ശേഷം അവൻ ജാള്യത മറച്ചു വെച്ചുകൊണ്ട് ചേതന് നേരെ തിരിഞ്ഞു. ഈ വിദ്യ കൊള്ളാം, ഇതില് ഒരു തെറ്റുമില്ല. ഇത് നിനക്ക് ഉറപ്പായും നിന്റെ സ്റ്റുഡന്റ് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അരവിന്ദ് തന്റെ മാന രക്ഷിച്ചു. ഇതല്ലാതെ അദ്ദേഹത്തിന് അവിടെ വേറെ എന്ത് പറയാൻ കഴിയും? ഒരു 2 മണിക്കൂർ മുമ്പ് വരെ ട്രൈഡന്റ് ആർട്ടി എന്താണെന്ന് പോലും ചേതൻ അറിയില്ലായിരുന്നു. എന്തിന്? ചേതൻ ഇതൊരു കളിയായാണ് എടുത്തിരുന്നത് എന്ന് വരെ അരവിന്ദ് ജിജേഷിനോട് പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴോ അരവിന്ദ് പോലും ചേതന്റെ നിലയേക്കാൾ താഴെയാണ്. ചേതൻ 2 മണിക്കൂർ പുസ്തകങ്ങൾ വായിച്ചത് വെച്ച് ട്രൈഡന്റ് ഇന്റന്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, സ്വന്തമായി ഒരു സുപ്രീം മൂവ് ക്രിയേറ്റ് ചെയ്ത് അതും ചെയ്ത് കാണിച്ചു. മറുവശത്ത് അരവിന്ദ് ആവട്ടെ 40 വർഷത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ഇന്റന്റിന്റെ 70-80% മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഒരു വശത്ത് അദ്ദേഹത്തിന് ചേതനോട് അസൂയ തോന്നിയെങ്കിലും മറുവശത്ത് അദ്ദേഹത്തിന് അവനോട് മതിപ്പും തോന്നി. എന്നാൽ പെട്ടെന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ചേതൻ നേരത്തെ തന്റെ ശക്തിയെല്ലാം തന്റെ ആയുധത്തിലെ ഒരു ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവന്നിരുന്നു. അത് കാണാൻ സുപ്രീം ട്രൈഡന്റ് ആർട്ട് പോലെ ഉണ്ടായിരുന്നു. താൻ ഈ നീക്കം പഠിച്ചാൽ ഒരുപക്ഷെ തനിക്കും ട്രൈഡന്റ് ഇന്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാലോ? പിന്നെ ഒരു ചമ്മിയ മുഖത്തോടെ അരവിന്ദ് ചേതനെ നോക്കി. ചേത, നിനക്ക് ഈ ടെക്നിക്ക് എനിക്ക് കൂടി പഠിപ്പിച്ചു തരാൻ കഴിയോ? പറ്റില്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്, അരവിന്ദ് അവനോട് ചോദിച്ചു. അത് കേട്ട് ചേതൻ അല്പം സ്തംഭിച്ചു പോയി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറിന് എന്റെ കീഴിൽ പഠിക്കാൻ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്ക് സാറിന് പറഞ്ഞു തരുന്നതിലും പ്രശ്നമൊന്നുമില്ല. 2 പേരുടെയും സംസാരം കേട്ട് ജിജേഷിന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. അല്പം മുമ്പ് അരവിന്ദിൽ നിന്ന് ട്രൈഡന്റ് പഠിക്കാൻ വന്ന ചേതൻ ഇപ്പോൾ അരവിന്ദിനെ പഠിപ്പിക്കാൻ പോകുന്നത് കണ്ട് അദ്ദേഹം അവിശ്വസനീയതയോടെ നോക്കി നിന്നു. അധ്യായം 120. ചേതനെ ഞെട്ടിച്ച പ്രത്യുപകാരം. ഈ അവസരം പാഴാക്കിയാൽ എല്ലാം തകരുമെന്ന് തീരുമാനിച്ച അരവിന്ദ് ചേതനോട് മടി കൂടാതെ തന്നെ തന്റെ മനസ്സിലുള്ളത് ചോദിച്ചു. ചേതനും മടി കൂടാതെ അതിന് സമ്മതം മൂളി. മാന്ത്രിക ലൈബ്രറിയിൽ നിന്നാണ് ചേതൻ മാജിക് ട്രൈഡന്റ് ടെക്നിക്ക് പഠിച്ചതെങ്കിലും ആ ടെക്നിക്ക് ലൈബ്രറി രൂപകൽപ്പന ചെയ്തത് അരവിന്ദിന്റെ ഓഫീസിലെ പുസ്തകങ്ങളിൽ നിന്നാണ്. അരവിന്ദ് അവനെ ആ പുസ്തകങ്ങൾ നോക്കാൻ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ഈ ടെക്നിക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അരവിന്ദ് ആവശ്യപ്പെടുന്നത് എന്തും ചെയ്തു കൊടുക്കാൻ അവൻ നിർബന്ധിതനായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അരവിന്ദിന്റെ ആവശ്യം ചേതനൊരു മടിയും കൂടാതെ സ്വീകരിച്ചു. ചേതന് തന്റെ മാന്ത്രിക ലൈബ്രറി പറഞ്ഞു തന്ന ടെക്നിക്ക് മുഴുവനായി അദ്ദേഹത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഒരു ചെറിയ ഭാഗം പഠിപ്പിച്ചാൽ പോലും
അതിന് വല്ലാത്ത ശക്തി ഉണ്ടാവും. നിന്റെ അടുത്ത് നിന്നും പഠിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ ഇല്ലയോ എന്ന് പറ. അരവിന്ദ് ചോദിച്ചു. ഞാൻ തീർച്ചയായും സാറിന് ഇത് പഠിപ്പിച്ചു തരും. ചേതനൊരു പുഞ്ചിരിയോടെ തലയാട്ടി. രണ്ടാമതൊന്നും ആലോചിക്കാതെ ചേതൻ ഇങ്ങനെ സമ്മതിക്കുമെന്ന് അരവിന്ദ് കരുതിയില്ല. ആ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ കൈകൾ വിറച്ചു. കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. ഒരുവന് ഒരു കലയിൽ വൈദഗ്ധ്യമുണ്ടെങ്കിൽ പലപ്പോഴും അവർ അത് ആർക്കും പകർന്നു കൊടുക്കാറില്ല. പല സ്പെഷ്യൽ ടെക്നിക്കുകളും അവർ തങ്ങളിൽ തന്നെ സൂക്ഷിക്കാറാണ് പതിവ്. എന്നാൽ തന്റെ ടെക്നിക്കുകൾ തന്നേക്കാൾ താഴെയുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കാനായി ചേതൻ തയ്യാറായിരുന്നു. അവനല്ലാതെ മറ്റാരും ഇങ്ങനെ ചിന്തിക്കില്ലെന്ന് അരവിന്ദിന് അറിയാമായിരുന്നു. എന്തിനു മറ്റുള്ളവരെ പറയുന്നു? അരവിന്ദ് പോലും തന്റെ രഹസ്യ ടെക്നിക്കുകൾ തന്റെ മകനല്ലാതെ മറ്റാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നീ എന്നിത് പഠിപ്പിക്കാൻ സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നീ സമ്മതിച്ചതോർത്ത് എനിക്കിപ്പോഴും അത്ഭുതമാണ് തോന്നുന്നത്. അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ടെക്നിക്ക് നിന്റെ അടുത്തൊന്നും സൗജന്യമായി പഠിക്കാൻ കഴിയില്ല. അരവിന്ദ് പറഞ്ഞു. തന്നെ സൗജന്യമായി പഠിപ്പിക്കാൻ ചേതൻ സമ്മതിച്ചുവെന്നാണ് അരവിന്ദ് കരുതിയത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഒന്നും നൽകാതെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് ശരിയല്ല എന്നതിനാൽ അരവിന്ദ് അല്പം മടിച്ചു. അതുമല്ല, അരവിന്ദിന്റെ സ്ഥാനമനുസരിച്ച് ഇത്രയും വലിയ ഉപകാരങ്ങളൊന്നും സൗജന്യമായി വാങ്ങുന്നത് അദ്ദേഹത്തിന് ചേർന്നതല്ല. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിൽ ഒന്നും തന്നെ വെറുതെ ലഭിക്കില്ലല്ലോ. ഈ ലോകത്തിൽ എല്ലാത്തിനും ഒരു വിലയുണ്ടായിരുന്നു. അതിപ്പോൾ കുറവാണെങ്കിൽ കൂടിയും. ഈ സമയം ജിജേഷ് ഇടയ്ക്ക് കയറി പറഞ്ഞു. ചേതൻ കുറച്ച് മരുന്നുകൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് വാങ്ങാനായി അവന്റെ പക്കൽ അതിനുള്ള പണമില്ല. അതുകൊണ്ട് ചേതൻ നിന്നെ പഠിപ്പിക്കുന്നതിന് പകരമായി നീ കുറച്ച് പണം അവന് നൽകിയ അതവന് വലിയ സഹായമായിരിക്കും. കടം വാങ്ങിയ മരുന്നിന്റെ പണം ചേതൻ ഇപ്പോഴും ജിജേഷിന് തിരികെ നൽകിയിട്ടില്ല. തന്റെ കടം തിരിച്ചടയ്ക്കാനായി പണം സമ്പാദിക്കാൻ ചേതൻ പല വഴികളും തേടുന്നതായി ജിജേഷിന് അറിയാം. അപ്പോഴാണ് തനിക്ക് ചെയ്യുന്ന ഉപകാരത്തിന് പകരമായി ചേതൻ എന്തെങ്കിലും കൊടുക്കാൻ അരവിന്ദും ആഗ്രഹിച്ചത്. അത് കേട്ടതും ചേതന്റെ അവസ്ഥ അറിയാവുന്ന ജിജേഷ് തന്റെ മനസ്സിൽ വന്നത് അതുപോലെ തന്നെ അരവിന്ദിനോട് പറയുകയായിരുന്നു. ഇതോടെ അരവിന്ദിന്റെ ആഗ്രഹവും നടക്കും, കൂടെ ചേതന് വേണ്ട പണം ലഭിക്കുകയും ചെയ്യും. അതുമല്ല, അരവിന്ദിനെ ചേതൻ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ചേതൻ ഒരു വിധത്തിൽ അദ്ദേഹത്തിന് ടീച്ചറായി മാറും. അങ്ങനെ ടീച്ചറായി കഴിഞ്ഞ ശേഷം ചേതൻ കൂടുതൽ പണം ആവശ്യപ്പെട്ടാൽ അവന്റെ സുഹൃത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ജിജേഷ് ഇരുവർക്കും ഒത്തുപോകുന്ന വിധത്തിൽ ഇങ്ങനെ സംസാരിച്ചത്. തുടക്കത്തിൽ തന്നെ ഒരു തുക അരവിന്ദ് തന്നെ പറഞ്ഞുറപ്പിച്ചാൽ ചേതന് പിന്നെ അത് മാറ്റാൻ കഴിയില്ലല്ലോ. അരവിന്ദ് മറുപടിയായി ഒന്നും മൂളി. തന്റെ സുഹൃത്തിന്റെ വാക്കുകളുടെ അർത്ഥം അരവിന്ദിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ഉടനെ സമ്മതം മൂളിയത്. എന്നിട്ട് തന്റെ കാര്യസ്ഥനെ അദ്ദേഹം അവിടേക്ക് വിളിച്ചു. എന്നിട്ട് അയാളോട് ആംഗ്യം കാണിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞതും അയാളുടെ കാര്യസ്ഥൻ കുറച്ച് നോട്ടുകെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ബാഗ് ചേതനെ ഏൽപ്പിച്ചു. അരവിന്ദ് പറഞ്ഞു, ചേതൻ, ഇത് നിരസിക്കരുത്. ഇതെന്റെ ഒരു സമ്മാനമായി കരുതിയാ മതി. നിന്റെ ടെക്നിക്ക് വെറുതെ എന്നെ പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോട്ടുകെട്ടുകൾ കണ്ട് ചേതൻ ഒന്നു ഞെട്ടി. അവന് താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും ചിന്തിച്ചു പോയി. ചേതൻ ട്രൈഡന്റിനെ കുറിച്ച് അരവിന്ദിൽ നിന്ന് പഠിക്കാനാണ് ഇവിടേക്ക് വന്നത് തന്നെ. എന്നിട്ടിപ്പോൾ അവനാണ് അരവിന്ദിനെ പഠിപ്പിക്കാൻ പോകുന്നത്. അതും പോരാതെ അരവിന്ദ് തനിക്ക് അതിനായി പണം വരെ നൽകിയിരിക്കുന്നു. ഈ വിരോധാഭാസം ഓർത്ത് ചേതന് ചിരി വന്നു. അവൻ തന്റെ കയ്യിലുള്ള പണത്തിലേക്ക് നോക്കി. അവന്റെ ഊഹമനുസരിച്ച് അത് 2 ലക്ഷമെങ്കിലും കാണാം. ഇത്രയും പണം കണ്ടിട്ട് ചേതനത് നിരസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവന് പണം ആവശ്യമായിരുന്നു. ശരി സാർ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ, ചേതൻ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു. പണം കിട്ടിക്കഴിഞ്ഞതും ചേതൻ അദ്ദേഹത്തെ തന്റെ ടെക്നിക്ക് പതുക്കെ കാണിക്കാൻ തുടങ്ങി. കൂടാതെ അതിന്റെ ആശയങ്ങളും ചലനങ്ങളും എല്ലാം വിശദമായി അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. അരവിന്ദ് ഒരു ട്രൈഡന്റ് വിദഗ്ധനാണ്. അതുകൊണ്ട് അയാൾക്ക് ട്രൈഡന്റ് ഇന്റന്റ് ഇല്ലെങ്കിൽ കൂടി ട്രൈഡന്റിനെ കുറിച്ചും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് തന്നെ ചേതൻ പറഞ്ഞതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി. ചേത, നിന്റെ ടെക്നിക്ക് എനിക്ക് പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദി. ചേതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു. ചേതന്റെ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ അത് എത്രത്തോളം ശക്തമാണെന്ന് അരവിന്ദ് മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ടെക്നിക്കിനെ കുറിച്ച് ഒരു പുസ്തകത്തിലും രേഖപ്പെടുത്താത്തത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഈ വിദ്യ താൻ തുടർന്ന് പരിശീലിച്ചാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ട്രൈഡന്റ് ഇന്റന്റ് രൂപപ്പെടുമെന്നതിൽ അരവിന്ദിന് ഉറപ്പുണ്ടായിരുന്നു. മാത്രമല്ല, അത് അയാളെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. താൻ ചേതന് പണം കൊടുത്താലും ഇല്ലെങ്കിലും ചേതനിപ്പോൾ ഏതാണ്ട് തന്റെ അധ്യാപകന്റെ സ്ഥാനത്താണുള്ളത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അരവിന്ദ് ആ വിദ്യ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ചേതന് ഇനിയും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. തുടർന്ന് ചേതനും ജിജേഷും അരവിന്ദിനോട് യാത്ര പറഞ്ഞ് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. അരവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ചേതൻ ജിജേഷിനെ നോക്കി പറഞ്ഞു, ജിജേഷ് സാർ ആ മരുന്നുകൾ എടുത്തു വെച്ചേക്ക്. ഞാൻ പണം റെഡിയായി കഴിയുമ്പോ വന്ന് വാങ്ങിക്കോളാം. നീ അതോർത്ത് പേടിക്കണ്ട ചേത.
നീ പണം കൊണ്ടുവരുമ്പോഴേക്കും മരുന്നുകളെല്ലാം അവിടെ റെഡി ആയിരിക്കും. ജിജേഷ് പറഞ്ഞു. ചേതൻ നന്നായി പഠിച്ചാൽ രാജ്യത്തെ ആദ്യത്തെ 2 സ്റ്റാർ ആൽക്കിമിസ്റ്റ് ആവാൻ അവന് കഴിയുമെന്ന് ജിജേഷ് നേരത്തെ കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ചിന്തയെല്ലാം അയാളുടെ മനസ്സിൽ നിന്നും മാറിയിരുന്നു. ട്രൈഡന്റ് അറിയാതിരുന്ന ചേതൻ വെറും 2 മണിക്കൂർ കൊണ്ട് അത് പഠിക്കുകയും ട്രൈഡന്റ് ഇന്ത്യന്റെ വരെ രൂപപ്പെടുത്തുകയും ചെയ്തു. അതുമാത്രമല്ല, അരവിന്ദിനെ പോലെ ഈ മേഖലയിൽ ഏറ്റവും പ്രമുഖനായ ഒരുവന് അധ്യാപകനുമായി. അങ്ങനെ ഒരാൾ വെറും ഒരു ആൽക്കിമിസ്റ്റായി ഒതുങ്ങി പോകില്ല. അവൻ ഉറപ്പായും ഈ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറും. ഇനി സ്കൂളിലേക്ക് പോകണം, അതാണ് അടുത്ത ജോലി. ചേതൻ മനസ്സിൽ മന്ത്രിച്ചു. ചേതന്റെ കയ്യിൽ പൾസ് ഗുളികയും ഊർജ്ജവർദ്ധന ലേഹ്യവും ഉണ്ടായിരുന്നു. ചേതൻ ഇവ രണ്ടും ഋഷിയെയും മേഘയും ഏൽപ്പിക്കാൻ സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ മരുന്നുകളുടെ സഹായത്തോടെ തന്റെ വിദ്യാർത്ഥികൾക്ക് അവരുടെ നില വേഗത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് അവൻ കരുതി. ജിജേഷിനോട് യാത്ര പറഞ്ഞ് ചേതൻ സ്കൂളിലേക്ക് നടക്കാൻ തുടങ്ങി. ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ മേഘ മാത്രം ഇരിക്കുന്നത് അവൻ കണ്ടു. മറ്റു വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വന്നിട്ടില്ലാത്ത മട്ടായിരുന്നു. മേഘ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇന്ന് നീ മാത്രമേ വന്നുള്ളൂ? ചേതൻ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. താൻ തന്റെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ തന്നാൽ കഴിയുന്ന എല്ലാ വഴികളിലൂടെയും പരിശ്രമിക്കുമ്പോൾ അവർ ക്ലാസ്സിൽ വന്ന് പരിശീലനം പോലും നടത്തുന്നില്ലെന്നോ എന്ന് ചേതൻ ചിന്തിച്ചു. സാർ, അവരെല്ലാം എന്ന് പറഞ്ഞ് മേഘ മടിച്ചു നിന്നു. ചേതൻ സാറിനെ പെട്ടെന്ന് ക്ലാസ്സിൽ കണ്ട മേഘ ആകെ പരിഭ്രമിച്ചു പോയിരുന്നു. ചേതൻ സാർ ലീവ് കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. അതിനാൽ തന്നെ അവളുടെ മുഖത്ത് ഒരു ഭയമുണ്ടായിരുന്നു. സാർ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് തിരക്കിലാണെന്നും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വരില്ലെന്നും പറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്ര നേരത്തെ വന്നത് എന്നവൾ പേടിയോടെ ചിന്തിച്ചു. ചേതൻ തന്റെ സ്റ്റുഡൻസിന്റെ ശക്തികൾ പുറത്തു കൊണ്ടുവരാനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അസിസ്റ്റന്റ് ആൽക്കിമിസ്റ്റ് ആവാനുള്ള പരീക്ഷ എഴുതിയതും പിന്നീട് ആൽക്കിമിസ്റ്റ് ആവാനായി സംവാദം നടത്തിയതും എന്തിനിപ്പോൾ ഒരു എസ് ലെവൽ അധ്യാപകനായി ആൾമാറാട്ടം നടത്തുന്നത് വരെ തന്റെ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. എന്നിട്ടും അവരിങ്ങനെ അലസത കാണിക്കുകയാണ് എന്നറിഞ്ഞത് ചേതനെ വല്ലാതെ തളർത്തി. പതിയെ അവന് ദേഷ്യം വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി താൻ ഇത്രയും കഷ്ടപ്പെടില്ലായിരുന്നു. തന്റെ സമയമൊന്നും വെറുതെ കളയില്ലെന്ന് ചേതൻ പ്രതിജ്ഞ എടുത്തിരുന്നു. വിദ്യാർത്ഥികൾ സ്വന്തം നിലയിൽ അധ്വാനിച്ചില്ലെങ്കിൽ എത്ര നല്ല അധ്യാപകനായാലും ഇത്തരം വിദ്യാർത്ഥികളെ ഉന്നത തലങ്ങളിൽ എത്തിക്കാനാവില്ല. ഇതെല്ലാം ആലോചിച്ചിരിക്കും തോറും അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. എന്താ മേഘ, എന്റെ ചോദ്യത്തിന് നീ ഇതുവരെ ഉത്തരം തന്നില്ല? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. സാർ, അത് പിന്നെ... മേഘ ഒന്ന് പരിഭ്രമിച്ചു. ചേതന്റെ ദേഷ്യം കണ്ട് അവളുടെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ഈ സമയം ആരോ പെട്ടെന്ന് വന്ന് ക്ലാസിന്റെ വാതിൽ തുറന്നു. മേഘ, അവിടെ അടി നടക്കുക, നീ പെട്ടെന്ന് വാ, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെയാണ് അവൻ ചേതനെ കണ്ടത്. അതോടെ പറയാൻ വന്നതെല്ലാം അവൻ വിഴുങ്ങി. ചേതന്റെ ദേഷ്യത്തിലുള്ള മുഖം കണ്ടതും അവനൊന്ന് ഭയന്നു. ചേതൻ സാർ, അവൻ ഞെട്ടലോടെ പറഞ്ഞു. വിവേക് ആയിരുന്നു ഇത്. വിവേക്, മേഘ മെല്ലെ വിളിച്ചു. രണ്ടുപേരും തമ്മിൽ പെട്ടല്ലോ എന്ന പോലെ നോക്കി. ഓ, അടി തുടങ്ങിയോ? നിങ്ങളോട് ഞാൻ പരിശീലിക്കാൻ പറഞ്ഞു പോയിട്ട് എല്ലാരും കൂടെ അടിയുണ്ടാക്കാൻ ആളെ കൂട്ടാൻ നടക്കുവാണോ? ചേതൻ കോപത്തോടെ ചോദിച്ചു. സാർ, വിവേകിന്റെ മുഖം വാടി. ഓ, അടി ഉണ്ടാക്കാൻ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കില് നിങ്ങളെല്ലാം പഠിച്ചു കാണുമല്ലോ, എങ്ങനെ അടിക്കണമെന്നും എങ്ങനെ തടുക്കണമെന്നെല്ലാം. അപ്പൊ പിന്നെ ഇവിടെ ഇനി എന്റെ ആവശ്യമില്ലല്ലോ? ചേതൻ വീണ്ടും കോപത്തോടെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ചേതൻ ഇപ്പോൾ ദേഷ്യത്തെക്കാൾ അസ്വസ്ഥതയാണ് തോന്നിയത്. ക്ലാസ് തുടങ്ങി ഒരുപാട് നാളൊന്നും ആയിട്ടില്ലെങ്കിലും അവരോട് കൂടുതൽ അടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ചേതൻ അവർ എല്ലാവരെയും തന്റെ കുടുംബം പോലെയാണ് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അവൻ അവർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ട് താൻ ഇല്ലാത്തപ്പോ താൻ പറഞ്ഞു ഏൽപ്പിച്ചതുപോലെ പരിശീലിക്കുന്നതിന് പകരം മറ്റുള്ളവരോട് തല്ലുകൂടാനാണ് അവർ പോകുന്നത് എന്ന് കണ്ട് അവന് വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയുമാണ് തോന്നിയത്. ഇത്രയുമായിട്ടും വീണ്ടും വീണ്ടും കുഴപ്പങ്ങളിൽ പോയി ചാടുന്ന അവർ അവനെ അലോസരപ്പെടുത്തി. സാർ, അങ്ങനെയല്ല, വിവേക് പരിഭ്രമത്തോടെ പറഞ്ഞു. അങ്ങനെയല്ലേ? പിന്നെ എങ്ങനെയാണ്? നീ പിന്നെ എന്തിനാ മേഘയെ വഴക്കുണ്ടാക്കാൻ വിളിക്കാൻ വന്നത്? എന്താണ് നടന്നതെന്ന് വെച്ചാ സത്യമായി പറഞ്ഞോളണം. കള്ളം പറഞ്ഞത് ഞാൻ കണ്ടെത്തിയാ ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചേതൻ ദേഷ്യത്തോടെ ആക്രോശിച്ചു. പഠിക്കാൻ ആഗ്രഹമില്ലാത്തവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് എന്ത് കാര്യം? സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ അവനെ ഈ മാജിക് അക്കാദമിയിൽ നിന്നും പുറത്താക്കുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ചേതൻ ഇപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല. മാന്ത്രിക ലൈബ്രറി കൂടെയുള്ള കാലം ചേതന് ഈ ലോകത്തിൽ എവിടെ പോയാലും ജീവിക്കാൻ കഴിയും.
ചേതൻ ഇവിടെ തന്നെ തുടരുന്നതിന്റെ ഒരേ ഒരു കാരണം അവന് കുട്ടികളോട് തോന്നിയ ഒരു ഉത്തരവാദിത്വവും ഈ സ്കൂളിനോട് തോന്നിയ ഒരു അറ്റാച്ച്മെന്റും കൊണ്ട് മാത്രമാണ്. സാർ, ഞങ്ങൾ സാറ് കരുതുന്നത് പോലെ സാറിന്റെ പേര് കളയുന്ന വിധത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. വിവേക് ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ, ഇന്ന് സ്കൂളിലെ ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ ആവശ്യമുള്ള റിസോഴ്സസ് കൊടുക്കുന്ന ദിവസമാണ്. അവിടെ വെച്ച് ചില കുട്ടികൾ സാറാണ് ഈ സ്കൂളിലെ ഏറ്റവും മോശമായ ടീച്ചർ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് കേട്ട് ദേഷ്യം വന്നു. ഞങ്ങൾ ആദ്യം അവരോട് സംസാരിച്ച് അവരുടെ അഭിപ്രായം മാറ്റാനാണ് പോയത്. പക്ഷേ അവരാണ് അത് അടിയാക്കി മാറ്റിയത്. വിവേക് പറഞ്ഞു. റിസോഴ്സസ് കൊടുക്കുന്ന ദിവസമാണോന്ന് ചേതൻ സംശയത്തോടെ ചോദിച്ചു. ആദ്യം അത് കേട്ട് അവനൊന്ന് അമ്പരന്ന് പോയെങ്കിലും പിന്നീട് അവൻ അതിനെപ്പറ്റി ഓർത്തെടുത്തു. എല്ലാ മാസവും സ്കൂളിൽ ടീച്ചേഴ്സിന് ആവശ്യമുള്ള റിസോഴ്സസ് കൊടുക്കും. അത് ടീച്ചറിന് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നതും ടീച്ചറിന്റെ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ റിസൾട്ടും അതുപോലെ ആ ടീച്ചറിന്റെ ഓവറോൾ പെർഫോമൻസും അനുസരിച്ചായിരിക്കും. ഈ റിസോഴ്സസ് അധ്യാപകർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിലെ ഏറ്റവും മികച്ച കുട്ടികൾക്ക് സമ്മാനമായി നൽകാം. സ്റ്റുഡൻസ് ബ്യൂറോ ആണ് ഇത് നൽകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുടെയും അവരുടെ പഠനത്തിന്റെയും മേൽനോട്ടം വഹിച്ചിരുന്ന വകുപ്പായിരുന്നു സ്റ്റുഡൻസ് ബ്യൂറോ. പരീക്ഷ നടത്തിപ്പ്, അധ്യാപക പ്രോത്സാഹനം, അവരുടെ താമസ സൗകര്യങ്ങൾ തയ്യാറാക്കൽ തുടങ്ങി പലതും ഇതിന്റെ വകുപ്പിന്റെ കീഴിലായിരുന്നു. പല അധ്യാപകർക്കും സ്റ്റുഡൻസ് ബ്യൂറോ ആഡംബര വീടുകൾ പോലും നൽകിയിട്ടുണ്ട്. വിവേക് പറഞ്ഞത് കേട്ട് ചേതൻ അവന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. എവിടെയാണ് പ്രശ്നം നടക്കുന്നത്? എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വിദ്യാർത്ഥികൾ തനിക്ക് വേണ്ടി തല്ലുകൂടാൻ പോയതറിഞ്ഞ് ചേതൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന് മനസ്സിലായില്ല. എന്തൊക്കെയാണെങ്കിലും അവന്റെ ദേഷ്യം ഗണ്യമായി കുറഞ്ഞിരുന്നു. സാർ, വാ, ദേ ഇവിടെയാണ് എന്ന് പറഞ്ഞതും വിവേക് ചേതനെ സ്റ്റുഡൻസ് ബ്യൂറോ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവർക്ക് പിന്നാലെ മേഘയും ചെന്നു. അധ്യായം 121. ചേതന്റെ പിള്ളേരോടാണോ കളി? വിവേക് ചേതനെ വിളിച്ചുകൊണ്ട് വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് പോയതും പിന്നാലെ മേഘയും ചെന്നു. സ്റ്റുഡൻസ് ബ്യൂറോയുടെ മുന്നിൽ നിൽക്കുന്ന ചിലരോട് ആനന്ദ് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ചേതൻ സാറിന്റെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായതെല്ലാം തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനേജ്മെന്റ് കമ്മിറ്റി തന്നെ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? നിങ്ങൾ എന്തുകൊണ്ടാണ് സാറിന് റിസോഴ്സസ് നൽകാത്തത്? തന്റെ മുന്നിൽ നിൽക്കുന്നവരോട് ആനന്ദ് ദേഷ്യത്തിൽ ചോദിച്ചു. ആനന്ദിന്റെ മുന്നിലിരിക്കുന്ന രാഹുൽ മാജിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവൻ ഈ വർഷം അധ്യാപകനായി ജോയിൻ ചെയ്തതായിരുന്നു. ഓഹോ, നിന്റെ കയ്യിൽ പറയുന്നതിനൊക്കെ വല്ല തെളിവുണ്ടോ? ടീച്ചേഴ്സ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വല്ല നോട്ടീസോ കത്തോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും നിന്റെ കയ്യിലില്ലല്ലോ. പിന്നെ എന്തിനാ ഇവിടെ നിന്ന് സംസാരിച്ച് ഞങ്ങളുടെ നേരം കളയുന്നത്? രാഹുൽ പരിഹാസത്തോടെ പറഞ്ഞു. ആരും ഒന്നും മറുത്തു പറയാത്തത് കണ്ട് രാഹുൽ വീണ്ടും തുടർന്നു. നിന്റെ ഈ വാദങ്ങൾക്ക് തെളിവൊന്നുമില്ലെന്ന് നിനക്ക് തന്നെ അറിയാലോ. ചേതനി സ്കൂളിലെ വെറും വേസ്റ്റ് ടീച്ചറാണ്. അങ്ങനെ ഒരാൾക്ക് റിസോഴ്സസ് തന്ന് സ്കൂളിന്റെ പണം നഷ്ടമാക്കാൻ കഴിയില്ല. അതുപോലെ നിനക്ക് റിസോഴ്സസ് ലഭിക്കാതെ പോകുന്നത് എന്റെ തെറ്റല്ല. ടീച്ചർ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നീ ഇത് ആലോചിക്കണമായിരുന്നു. അപ്പോ ശരിയായി തെരഞ്ഞെടുക്കാതെ ഇപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. രാഹുൽ വീണ്ടും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാ മാസവും മാജിക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഈ റിസോഴ്സസ് ഭൂരിഭാഗവും താഴ്ന്ന ലെവലിലുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും. അത് ടീച്ചേഴ്സിന് കാര്യമായി ഉപകരിക്കില്ലെങ്കിലും ഡോൺ ലെവൽ അപ്പ് ചെയ്യാനുള്ള പരിശീലനങ്ങൾ തുടങ്ങിയിട്ട് മാത്രമുള്ള കുട്ടികൾക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇന്ന് റിസോഴ്സസ് നൽകുന്ന ദിവസമാണെങ്കിലും ചേതന്റെ വിദ്യാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചില്ല. അതുകൊണ്ടാണ് ചേതന്റെ സ്റ്റുഡൻസ് ഇതേക്കുറിച്ച് അറിയാൻ ബ്യൂറോയിലേക്ക് പോയത്. ഇത് കേട്ടുകൊണ്ടിരുന്ന സാറ മുന്നോട്ടിറങ്ങി സംസാരിച്ചു തുടങ്ങി. ടീച്ചേഴ്സ് കമ്മിറ്റിയുടെ ലെറ്റർ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും ബ്രീത്ത് ഫോർഗിം പൗഡർ എല്ലാ അധ്യാപകരുടെ സ്റ്റുഡൻസിനും ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒന്നാണ്. അതും അധ്യാപകരുടെ മാർക്കോ സ്ഥാനമോ ഒന്നും നോക്കാതെ തന്നെയാണ് ആ പൗഡർ കൊടുക്കുന്നത്. ഒരു അധ്യാപന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ഈ പൗഡർ വാങ്ങാൻ യോഗ്യരാണ്. അതുപോലും ഞങ്ങൾക്ക് നൽകില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? സാറ ചോദിച്ചു. താഴ്ന്ന ലെവലിലുള്ളവരാണ് ഈ പൗഡർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇത് ലെവൽ 2 വിദ്യാർത്ഥികളെ വായുവിൽ നിന്ന് ഓറ നന്നായി വേർതിരിച്ചെടുക്കാൻ സഹായിക്കും. ഈ മരുന്ന് ഒരു ഗുളിക അല്ലാത്തത് കൊണ്ട് ആൽക്കിമിസ്റ്റ് ആകാൻ പഠിക്കുന്ന ശ്രുതിയെ പോലുള്ളവർക്ക് പോലും ഇത് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. കാരണം വലിയ നിലയിലുള്ള ടാബ്ലറ്റ്സ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമേ ഒരാൾക്ക് ഒരു ഔദ്യോഗിക ആൽക്കമിസ്റ്റ് ആവേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഈ പൗഡറിന് വില കുറവായിരിക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ എല്ലാ ടീച്ചേഴ്സിനും ഈ പൊടി കൊടുക്കാറുണ്ടായിരുന്നു. ചേതന്റെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റ് വില കൂടിയ മരുന്നുകൾ കൊടുക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ടെന്നെങ്കിലും പറയാം. എന്നാൽ ഇതോ, എല്ലാ അധ്യാപകർക്കും ലഭിക്കുന്ന വില കുറഞ്ഞ മരുന്ന് പോലും തരില്ലെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇതിൽ നിന്ന് തന്നെ ചേതന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ വേറൊരു റൂൾ കൂടിയുണ്ട്. അതുകൂടെ നീ കേട്ടോ.
കഴിവില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിലും ഈ മരുന്ന് നൽകുന്നത് ഞങ്ങൾക്ക് തടയാൻ കഴിയും. ഇത് സ്റ്റുഡൻസ് ബ്യൂറോയുടെ തീരുമാനമാണ്. നിങ്ങൾക്കൊന്നും ബ്യൂറോ എടുക്കുന്ന റൂൾസും തീരുമാനങ്ങളും മാറ്റാൻ കഴിയില്ല. ഈ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് തരാത്തത്. മനസ്സിലായോ? രാഹുൽ പുച്ഛത്തോടെ പറഞ്ഞു. എന്ത്? രാഹുൽ പറഞ്ഞത് കേട്ട് സാറ ഞെട്ടി. അവളുടെ മുഖത്ത് കോപം നിറഞ്ഞു. അവൾ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചു. എന്തുപറ്റി? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? രാഹുൽ പരിഹാസ ചിരിയോടെ ചോദിച്ചു. ഇനി ഇതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു അവസരം കൂടെ തരാം. ദാ ആ കാണുന്ന കണ്ടോ, പോർക്കളം. നിനക്ക് എന്റെ സ്റ്റുഡൻസിൽ ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം. അവരെ നിനക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞാ ഈ ബ്രീത്ത് ഫോർഗിം പൗഡർ മാത്രമല്ല, ബ്രീത്ത് ഫോർഗിം ബീഡും ഞാൻ നിനക്ക് തരാം. രാഹുൽ പറഞ്ഞു. ബ്രീത്ത് ഫോർഗിം ബീഡ് ഒരു യഥാർത്ഥ ഗുളികയല്ലെങ്കിലും അതിന്റെ വില കുറവൊന്നുമല്ല. ഇത് ഡോൺ 6-ലുള്ളവർക്ക് വരെ ഗുണപ്രദമായ ഒന്നാണ്. ഈ വീട് ഒരു മാസം ഒരു അധ്യാപകന് ഒരെണ്ണേ കിട്ടും. നീ എന്റെ സ്റ്റുഡൻസിനെ തോൽപ്പിച്ചാ നിനക്ക് ഞാൻ 3 എണ്ണം തരാം. രാഹുൽ പറഞ്ഞു. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള തർക്കം തീർക്കാനാണ് ഈ പോർക്കളം ഉപയോഗിച്ചിരുന്നത്. അതിന്റെ റൂൾസ് എല്ലാം ലളിതമായിരുന്നു. അധ്യാപകനാണ് തോൽക്കുന്നതെങ്കിൽ അവർ ആ വിദ്യാർത്ഥിയോട് ക്ഷമ ചോദിക്കേണ്ടി വരും. പക്ഷേ ആ അധ്യാപകനെ തോൽപ്പിക്കണമെങ്കിൽ ആ വിദ്യാർത്ഥി ആ അധ്യാപകന്റെ എല്ലാ വിദ്യാർത്ഥികളെയും തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ബ്രീത്ത് ഫോർഗിവ് ബീഡ്, അതും 3 എണ്ണം. ഇത് കേട്ട സാറയും അവിടെ നിന്ന മറ്റു വിദ്യാർത്ഥികളും ഞെട്ടി. മാജിക് സ്കൂളിൽ മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് ബ്രീത്ത് ഫോർഗിവ് ബീഡ്. അത് ആൽക്കമി യൂണിയനിൽ നിന്നും ഒന്നും വാങ്ങാൻ കിട്ടില്ല. ഈ സമയം ആനന്ദ് തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. ചേതൻ സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിന് പകരമായി സാർ ഒന്നും ചോദിച്ചിട്ടില്ല. ചേതൻ സാറിന്റെ സ്റ്റുഡൻസ് ആയതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. അതുകൊണ്ട് സാറിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. കുട്ടിക്കാലം മുതൽ ആനന്ദ് ഒറ്റയ്ക്കായിരുന്നു പരിശീലനം ചെയ്തിരുന്നത്. തന്റെ നിലവാരം ഉയർത്താൻ ആരുടെയും സഹായം തേടിയിട്ടില്ല. ഇത് തന്നെയാവും സ്കൂളിൽ ചെല്ലുമ്പോഴും സംഭവിക്കാൻ പോകുന്നത് എന്ന് അവൻ കരുതി. തനിക്ക് കിട്ടാൻ പോകുന്ന അധ്യാപകനും തന്റെ സംശയം മാത്രമേ ദൂരീകരിച്ച് തരികയുള്ളൂ എന്ന് അവൻ കരുതി. എന്നാൽ ചേതൻ അവന് വേണ്ടി അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. തന്റെ ക്ലാസ് തന്നെ അവനൊരു കുടുംബം പോലെ തോന്നി. ചേതന് വെറുമൊരു വഴികാട്ടി എന്നതിലുപരി അവന് സ്വന്തം ഗാർഡിയൻ തന്നെയായിരുന്നു. അവന് വേണ്ടി പ്രത്യേകമായി ടെക്നിക്കുകൾ അടങ്ങിയ ഒരു പുസ്തകം തയ്യാറാക്കി. എന്തിന്? തന്റെ സ്റ്റുഡൻസിന് വേണ്ടി ചേതൻ ആൽക്കിമിസ്റ്റ് ആവാനുള്ള സംവാദത്തിൽ പങ്കെടുക്കുക എന്ന റിസ്ക് വരെ എടുത്തു. ഇതെല്ലാം കണ്ടതിന് ശേഷം ആനന്ദിന്റെ മനസ്സിൽ ചേതന് ഒരു വലിയ സ്ഥാനം തന്നെ ലഭിച്ചിരുന്നു. അത് ആനന്ദിന്റെ മനസ്സിൽ മാത്രമല്ല, ചേതന്റെ മറ്റ് സ്റ്റുഡൻസിന്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. അവർക്കെല്ലാം ചേതനോട് അടങ്ങാത്ത ബഹുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേതന് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ചേതൻ സാറിന് റിസോഴ്സസ് കിട്ടാതെ ഇരിക്കുന്നത് സമ്മതിച്ചു. അത് പോട്ടെ നോക്കാം. പക്ഷേ ഏതൊരു അധ്യാപകനും കിട്ടുന്ന പൗഡർ പോലും തരില്ലെന്ന് പറഞ്ഞാലോ? അത് നിങ്ങൾ മനഃപൂർവ്വം സാറിന് അപമാനിക്കാൻ ശ്രമിക്കുന്നതല്ലേ? ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ ചേതൻ സാറിന്റെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുള്ളപ്പോ അങ്ങനെ സാറിന് നാണം കെടുത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. അതുകൊണ്ട് ഉറപ്പായും ഞങ്ങൾ സാറിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. സാറ് പറഞ്ഞു. സാറയ്ക്കും ചേതൻ സാറിനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ എന്ന അവസ്ഥയാണ്. കാരണം സാധാരണ ഒരു അധ്യാപകനായ ചേതൻ പണമൊന്നും കാര്യമാക്കാതെയാണ് സാറയ്ക്ക് ആദ്യത്തെ പുഷ്പം നൽകിയത്. ഇത്രയും വില കൂടിയ ഒരു ഔഷധ സസ്യം തന്റെ വിദ്യാർത്ഥികൾക്ക് വെറുതെ കൊടുക്കുന്നത് മറ്റ് അധ്യാപകർക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ആരും അവർക്ക് വേണ്ടി ഇത്രയും പണമൊന്നും ചെലവാക്കില്ലല്ലോ. അങ്ങനെ ചെലവാക്കേണ്ട കാര്യവും അവർക്കില്ല. എന്നിട്ടും ചേതൻ ഇത് ചെയ്തു എന്ന് മാത്രമല്ല, അതിന് പകരമായി ഒന്നും തന്നെ ചോദിച്ചതുമില്ല. ബ്രീത്ത് ഫോർഗിവ് പൗഡർ ഒരു വില കുറഞ്ഞ മരുന്നായിരിക്കാം. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ചേതൻ പോലും അതിനൊന്നും പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം ചേതന്റെ അഭിമാനമാണ്. റിസോഴ്സസും മറ്റും കിട്ടുന്നവരുടെ ലിസ്റ്റിൽ ചേതൻ മാത്രമാണ് ഇല്ലാതിരിക്കുന്നത്. ചേതന് മാത്രം ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് ചേതന് വലിയ അപമാനമായി മാറും. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചേതന്റെ സ്റ്റുഡൻസ് ഇതിനെ ചോദ്യം ചെയ്തത്. ചേതൻ സാർ ഇപ്പോ സ്കൂളിലില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. സാറ് പറയുന്നത് കേട്ട് ഞങ്ങൾ മിണ്ടാതെ ഇവിടുന്ന് പോകുകയില്ല. ഞങ്ങൾ സ്റ്റുഡൻസ് അദ്ദേഹത്തിന് വേണ്ടി പോരാടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആനന്ദ് തന്റെ മുതുകിലിരുന്ന ട്രൈഡന്റ് എടുത്തു. അതിന്റെ 3 ഭാഗങ്ങളും തമ്മിൽ യോജിപ്പിച്ചു. എന്നിട്ട് കൈ വീശി അത് മുകളിലേക്ക് എറിഞ്ഞു. അത് വായുവിൽ ഉയർന്നു പൊങ്ങി. കൊള്ളാം, നീ തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. അത് ഓർമ്മയുണ്ടാവണം. അവസാനം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഒരു കൈ ഉയർത്തിയിട്ട് രാഹുൽ പറഞ്ഞു, ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ഇവിടേക്ക് വാ.
നിങ്ങളെ കുറച്ചുപേര് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരെ വന്ന് ഒരു പാഠം പഠിപ്പിക്കേ. അവരെ തോൽപ്പിച്ച ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രീത്ത് ഫോർ ഹിം ബീറ്റ് തരാം. രാഹുൽ പറഞ്ഞതും ഒരു ആരവത്തോടെ നിരവധി വിദ്യാർത്ഥികൾ അവിടേക്ക് വന്നു. എല്ലാവരും 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു. അവർ ഏകദേശം 40-45 പേരുണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിൽ 47 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവരോട് ഒറ്റയ്ക്കോ ഒരുമിച്ചോ പോരാടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെ തോൽപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഭിമാന പോരാട്ടത്തിൽ വിജയിക്കാൻ സാധിക്കൂ. 47? സാറ ഞെട്ടലോടെ ചേതന്റെ മറ്റ് വിദ്യാർത്ഥികളെ നോക്കി. അവരെല്ലാം ഈ 47 സ്റ്റുഡൻസിനെയും കണ്ട് ഇപ്പോൾ കരയുമെന്ന മട്ടിലാണ് നിന്നത്. 47 പേരെ അവർ എങ്ങനെയാണ് തോൽപ്പിക്കുക? അത്രയും പേരെയും തോൽപ്പിക്കുന്നതൊക്കെ നടക്കുന്ന കാര്യമാണോ? രാഹുലിന് ഇത്രയധികം വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല. കാരണം രാഹുൽ ഒരു പുതിയ അധ്യാപകനാണ്. അധ്യാപകനായി ഉടനെ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും വിദ്യാർത്ഥികളെ കിട്ടുക എന്നോർത്ത് അവർ ആശയക്കുഴപ്പത്തിലായി. നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടിയല്ല, ചേതൻ സാറിന് വേണ്ടി. ആനന്ദ് ഉറപ്പോടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു. യുദ്ധക്കളത്തിൽ വെല്ലുവിളി നേരിടാൻ ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരോടായി ഫൈറ്റ് ചെയ്യണോ അതോ അവരോടെല്ലാമായി ഒന്നിച്ച് ഫൈറ്റ് ചെയ്യണോ എന്ന് ആ ഫൈറ്ററിന് തീരുമാനിക്കാം. ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ആ അധ്യാപകന്റെ എല്ലാ സ്റ്റുഡൻസിനെയും വെല്ലുവിളിച്ച് തോൽപ്പിക്കണം. എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പന്തയം വിളിച്ച വിദ്യാർത്ഥി വിജയിക്കൂ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഇനി മടിക്കുന്നതിലോ പിന്മാറുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ആനന്ദ് ആത്മവിശ്വാസത്തോടെ പോർക്കളത്തിന്റെ വേലി കടന്ന് അകത്തേക്ക് കയറി. അവന് പിന്നാലെ തന്നെ രാഹുലിന്റെ ഒരു സ്റ്റുഡന്റും പോർക്കളത്തിൽ പ്രവേശിച്ചു.